നമസ്കാരം. കലാസാംസ്കാരിക വേദിയിൽ ഊർജ്ജമേഖലയെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് ഒരു ഡിസിഷൻ എടുത്ത മാതൃഭൂമിക്ക് ഞങ്ങളുടെ അഭിനന്ദനം. ഈ വേദിയിൽ ഞങ്ങൾക്ക് ഇരിപ്പിടം നൽകിയതിന് എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി പറയുന്നു. പ്രതീക്ഷിച്ചതുപോലെ സമസ്ത മേഖലകളിലുള്ള ചർച്ചകൾ നടക്കുമ്പോഴും ഈ സമസ്ത മേഖലകളെ ചാലകശക്തിയായി പ്രവർത്തിക്കുന്ന ഊർജ്ജ മേഖല ആണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ച ക്രൗഡേ ഇതിനകത്തുള്ളൂ എന്നുള്ളത് കൊണ്ട് ഞങ്ങളെ നിരാശപ്പെടുത്തുന്നില്ല. തുടക്കം ഇന്ത്യയിലെ ഊർജ്ജ മേഖലയിലെ ശ്രദ്ധേയമായ വളർച്ച എന്നുള്ളതാണ്. ഊർജ്ജമെന്ന് പറയുമ്പോൾ ഞാൻ മോഡറേറ്റർ എന്നുള്ള നിലയിൽ ആദ്യം കുറച്ച് കാര്യങ്ങൾ ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടി പറഞ്ഞുകൊണ്ട്, അപ്പോൾ ഇവർക്ക് ഒരു പ്ലാറ്റ്ഫോം കിട്ടും, അതിൽ നിന്ന് തുടങ്ങാനായിട്ട് ഇവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. ഊർജ്ജമെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് ആലോചിക്കുന്നത് ഇലക്ട്രിസിറ്റി ആണ് പെട്ടെന്ന് ആദ്യം മനസ്സിൽ വരുന്നത്. പിന്നെ വരുന്നത് നമ്മളെ വീട്ടിലും ഒക്കെ ഉപയോഗിക്കുന്ന പെട്രോൾ, ഡീസൽ, ഗ്യാസ്, ഇന്ധനം. അപ്പോൾ ഈ രണ്ടുമാണ്. ഊർജ്ജവും പരിസ്ഥിതിയുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം കാരണം നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് ഹരിതഗ്രഹവാതകം അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് ഇതൊക്കെ കുറയ്ക്കാനായിട്ട് നമ്മളിപ്പം ചെയ്തു വരുന്ന പരിപാടി എന്ന് പറയുന്നത് ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കാൻ കുറച്ചുകൊണ്ട് അതിനെയും കൂടി ആ സേവനവും കൂടി ഇലക്ട്രിസിറ്റിയിലേക്ക് മാറ്റുക എന്നുള്ള ഒരു രീതിയാണ് ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ചർച്ച പൂർണ്ണമായും അല്ലെങ്കിൽ ഒരു നല്ലൊരു ശതമാനവും ഇലക്ട്രിസിറ്റിയെ അധികരിച്ചായിരിക്കും ഇരിക്കുന്നതെന്ന് ആമുഖമായിട്ട് എനിക്ക് പറയാൻ ആഗ്രഹം. രണ്ടാമത്, അപ്പോൾ ഇലക്ട്രിസിറ്റിയെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഇന്ത്യയുടെ ഇപ്പോഴത്തെ അതൊന്നും ഫിഗറൊന്നും വലിയ പ്രാധാന്യം അർഹിക്കുന്ന അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു പോകേണ്ടതുണ്ട്. ഇന്ത്യയുടെ നമ്മളെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദന ശേഷി എന്ന് പറയുന്നത് ഏതാണ്ട് 5 ലക്ഷം മെഗാവാട്ടാണ്. 5 ലക്ഷം മെഗാവാട്ട് എന്ന് പറയുമ്പോഴത്തെ അതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കൊച്ചു കേരളത്തിൻ്റെ ഉൽപ്പാദന ശേഷി ഉള്ളിലുള്ളതിൻ്റെ ഉൽപ്പാദന ശേഷി എന്ന് പറയുന്നത് 3500 മെഗാവാട്ടാണ്. അപ്പോൾ നമ്മളിരിക്കുന്ന ഓടാത്ത NTPCയുടെ കായംകുളം നിലയം ഉൾപ്പെടെ നമ്മൾ 3500 മെഗാവാട്ട്, ഇന്ത്യയുടെ 5 ലക്ഷം മെഗാവാട്ട്. ഈ 5 ലക്ഷം മെഗാവാട്ടിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഈ സമയത്ത് ഏതാണ്ട് 51% ഭൂരിപക്ഷവും അക്ഷയ ഊർജ്ജം കൊണ്ടാണ്, റിന്യൂവബിൾ എനർജി, കാർബൺ ഡൈ ഓക്സൈഡ് വമിക്കാത്ത റിന്യൂവബിൾ എനർജി കൊണ്ട്. അതാണ് ഈ ശ്രദ്ധേയമായ വളർച്ചയുടെ മൂലമായിട്ട് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. 51% റിന്യൂവബിൾ എനർജി, 51% ഉൽപ്പാദന ശേഷിയാണ്. പക്ഷേ അതിൽ നിന്ന് വരുന്ന ഊർജ്ജമാണ് നമുക്ക് പ്രധാനം. അപ്പോൾ ആ ഊർജ്ജം നമ്മൾ അതിൽ നിന്ന് വരുന്ന ഊർജ്ജം ഉപയോഗിക്കുന്നത് നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ 28% ഉള്ളൂ. അത് ഓരോ കൊല്ലം തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ശ്രദ്ധേയമായ വളർച്ചയുടെ പ്രധാന കാരണം ഞാനൊരു പ്രധാന 3 കാരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് സാങ്കേതികമായിട്ടുണ്ടാകുന്ന വളർച്ച, 2 ഈ ഒരു സ്കെയിലിംഗ് അപ്പ്, സാങ്കേതികമായിട്ട് വളരുന്നു, സ്കെയിലിംഗ് അപ്പ്. ചൈന ലോകത്തിൻ്റെ മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് മാറിയപ്പോഴത്തേക്ക് ഇന്നലെ വരെ 1, 2 ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത് 1 ലക്ഷം 2 ലക്ഷം ഉൽപ്പാദിപ്പിക്കാനായിട്ട് തുടങ്ങി. ഇത് രണ്ടും കൂടെ വന്നപ്പോഴത്തേക്ക് മൂന്നാമത്തെ കാരണമായി കോസ്റ്റ് വളരെയധികം കുറഞ്ഞു. ഈ പറയുന്ന സോളാർ, വിൻഡ് എന്നൊക്കെ പറയുന്ന കോസ്റ്റ് വളരെയധികം കുറഞ്ഞു. ഇത് 3 ഈ പ്രധാനമായിട്ടുള്ള കാരണങ്ങളായിട്ട് നമുക്ക് കാണാവുന്നത്. ഇനി അത് ഏതൊക്കെ മേഖലയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് 3 മേഖലയായിട്ട് നമുക്ക് പ്രധാനമായിട്ടും തരംതിരിക്കാം. ഒന്ന് ഊർജ്ജ ഉൽപ്പാദനത്തിൽ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് സോളാറും വിൻഡും, സൗരോർജ്ജവും പവനോർജ്ജവും. 2 ഊർജ്ജ ഉപയോഗത്തിൽ ഇന്നലെ വരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഈ ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്ന് മാറ്റിയുള്ള ഉപയോഗമാണ് ഇലക്ട്രിക് വെഹിക്കിൾ, ഇലക്ട്രിക് കുക്കിംഗ്. 10 കൊല്ലം മുമ്പ് ഇലക്ട്രിക് വെഹിക്കിൾ നമ്മുടെ റോഡിലില്ലായിരുന്നു. ഇലക്ട്രിക് വെഹിക്കിൾ, ഇലക്ട്രിക് കുക്കിംഗ്, പിന്നെ കമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ്, ഹോട്ടൽ, ഹോസ്പിറ്റലൊക്കെ ഹീറ്റ് പമ്പ് എന്നൊക്കെ പറയും. അതൊക്കെ ചൂടാക്കാൻ, അതിലൊക്കെ നമ്മൾ ദീർഘമായിട്ട് പോകുന്നില്ല. മൂന്നാമത്തത്, അപ്പോൾ ഒന്ന് സോളാർ, വിൻഡ് ജനറേഷൻ സൈഡിൽ, ഉപയോഗ സൈഡിൽ ഇലക്ട്രിക് വെഹിക്കിൾ പ്രധാനമായിട്ടും, ഇലക്ട്രിക് കുക്കിംഗ് പോലെയുള്ള സാങ്കേതിക വിദ്യ. മൂന്നാമത് ഈ കാലാവസ്ഥയുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ സൗരോർജ്ജവും കാറ്റും. കാറ്റ് ഒരേ സമയം ഇങ്ങനെ ഇന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരേ വെലോസിറ്റിയിലല്ല അടിച്ചുകൊണ്ടിരിക്കുന്നത്. സൂര്യൻ്റെ അല്ലെങ്കിൽ വെളിച്ചം വരുന്നത് അതിൻ്റെ മുകളിൽ മേഘക്കാർ അല്ലെങ്കിൽ മഴക്കാർ വരുന്നത്, അല്ലെങ്കിൽ മേഘം വരുന്നത്, ഇതൊന്നും നമ്മളെ നിയന്ത്രണത്തിലുള്ളതല്ല. അപ്പോൾ വളരെ വേരിയബിളായിട്ട് ഉള്ള ഒരു ഇലക്ട്രിസിറ്റിയാണ് ഈ റിന്യൂവബിളിൽ നിന്ന് പമ്പ് ചെയ്ത് ഗ്രിഡിലേക്ക് കയറ്റുന്നത്. അപ്പോൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ, അത് നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ടും നല്ല ഫേമായിട്ടുള്ള ഗ്രിഡിൽ, നമ്മൾ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഗ്രിഡിൽ ആ ഗ്രിഡിനെ
പ്രശ്നമില്ലാത്ത രീതിയിൽ നിർത്തണമെന്നുണ്ടെങ്കിലും നമുക്ക് മൂന്നാമതായിട്ടൊന്ന് വേണം സ്റ്റോറേജ് എന്ന് പറയും. സ്റ്റോറേജ് എന്ന് പറയുന്നത് പമ്പ്ഡ് സ്റ്റോറേജ് ആകാം, ബാറ്ററി സ്റ്റോറേജ് ആകാം. അപ്പോൾ ഈ 3 മേഖല, ശരിക്കും പറഞ്ഞാൽ ഈ 3 മേഖലയിലുള്ള വിദഗ്ധന്മാരാണ് ഇപ്പോൾ എനിക്ക് ഫോർച്യുനേറ്റ്ലി എൻ്റെ പാനലിൽ ഉള്ളത്. അനിൽ സാറ് EMCയിലെ ജോയിൻറ്റ് ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്തു. അദ്ദേഹം പമ്പ്ഡ് സ്റ്റോറേജിനെ കുറിച്ചായിരിക്കും ഇവിടെ സംസാരിക്കുന്നത്. മിസ്റ്റർ ടെറൻസ്, അദ്ദേഹം ക്രീപ്പേരെ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു. അദ്ദേഹം ഇന്ത്യയുടെ സോളാറിനെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. അദ്ദേഹം മിസ്റ്റർ ശങ്കർ, അദ്ദേഹം ഈ അക്കാഡമിക് ആയിട്ടുള്ള ഇതെല്ലാം വരുമ്പോഴത്തേക്ക് ആത്മനിർഭർ ഭാരത് എന്നും കൂടി വരുമ്പോഴത്തേക്ക് ഇത് നമ്മൾ ഇവിടെ എങ്ങനെയാണ് ഇവിടുത്തെ വികസനം, ഇവിടുത്തെ റിസർച്ച്, ഇവിടുത്തെ ഇന്നൊവേഷൻ, അതുകൂടാതെ ഇലക്ട്രിക് വെഹിക്കിളും അദ്ദേഹം കൈകാര്യം ചെയ്യും. അങ്ങേറ്റം ഇരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് പ്രമോദ്, അദ്ദേഹം വിൻഡ് എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത്. ഇനി ഇതിനെല്ലാം ഊർജ്ജം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ തുടങ്ങിയപ്പം പറഞ്ഞ പോലെ സമസ്ത മേഖലകളിലും ചാലകശക്തിയായ ഊർജ്ജം എന്ന് പറയുമ്പോൾ ഊർജ്ജത്തിൻ്റെ മെഗാവാട്ടും കണക്കും കാര്യങ്ങളും പറഞ്ഞു പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ചർച്ചാവേദിയിൽ. അപ്പോൾ അതിനെക്കുറിച്ച് ഊർജ്ജവും വികസനവും, അതിൽ ഇന്ത്യയുടെ വികസനത്തിൽ ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്ന ഊർജ്ജത്തിൻ്റെ ഈ അക്ഷയോർജ്ജത്തിൻ്റെ പ്രാധാന്യം നമ്മൾ അധികം കണ്ടിട്ടില്ലാത്ത ഒരു ഡയമെൻഷനും കൂടെ, ഞാൻ കണ്ടിട്ടില്ലാത്തതെന്ന് പറയുമ്പോൾ നമ്മൾ പല ചർച്ചകളിലും കണ്ടിട്ടില്ലാത്ത ഒരു ഡയമെൻഷനും കൂടി ഉണ്ട്. അത് ഇവരുടെ ആദ്യ പ്രതികരണത്തിന് ശേഷം ഞാൻ ഒന്ന് കൂട്ടിച്ചേർത്താം. നമുക്ക് 1 മണിക്ക് നമുക്ക് നിർത്തേണ്ടതുണ്ട്, അതനുസരിച്ചായിരിക്കും ഇവിടെ പോകുന്നത്. അപ്പോൾ ആദ്യം സോളാർ എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് ആദ്യം കേൾക്കാം. ഇന്ത്യയുടെ ഇത് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അത് ഒരു കോമൺ ക്വസ്റ്റ്യനായിട്ട് ദയവ് ചെയ്ത് പാനലിസ്റ്റ് മെമ്പേഴ്സ് കണക്കാക്കണം. ചെറിയ വ്യത്യാസങ്ങൾ വരുന്നത് ഞാൻ കൂട്ടി ചേർക്കാം. അതായത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്, നമുക്ക് അറിയേണ്ടത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഇന്ത്യയിലെ ഭാരതത്തിൽ ഉള്ള പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്, നയങ്ങൾ, പരിപാടികൾ, ഈ സോളാർ ആയാലും വിൻഡ് ആയാലും ഇതിന് ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള ഈ അടുത്ത കാലത്ത് 5-10 കൊല്ലം മുമ്പോ 15 കൊല്ലമായിട്ട് നമ്മൾ ഈ കാണുന്ന വളർച്ചയ്ക്കുണ്ടാകുന്ന പരിപാടികൾ, നയരൂപീകരണങ്ങൾ എന്തെല്ലാം, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വളർച്ചയുടെ തോത് എത്രയാണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രീൻ ജോബ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നമുക്ക് വളരെ അധികം അറിയേണ്ട, ചെറുപ്പക്കാർക്ക് അറിയേണ്ടതാണ്. അത് എൻജിനീയേഴ്സിന് മാത്രമുള്ള ജോബല്ല, പല ഡിസിപ്ലിനിലുള്ള ആളുകൾക്ക് ജോബ്സ് ക്രിയേഷൻ പുതുതായിട്ട് നടക്കുന്നുണ്ട്. ഇതിൻ്റെ ജോബ്സ് ക്രിയേഷൻ എത്രയാണ്? സോളാറിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഞാൻ ചൈനയെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോഴും ചൈനയിൽ നിന്നാണോ ഇറക്കുമതി ചെയ്യുന്നത്? ഇപ്പോൾ ആത്മനിർഭർ ഭാരതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ ഈ സെല്ലും മോഡ്യൂളും ഒക്കെ മാനുഫാക്ചറിങ് ഒക്കെ എത്ര തോതം വന്നിട്ടുണ്ട്? ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. ഓവർ ടു മിസ്റ്റർ ടെറൻസ്. നമുക്കറിയാം, ഇന്ത്യയുടെ ആദ്യത്തെ സോളാർ മിഷൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു സോളാർ മിഷൻ. അത് 2010 നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അന്ന് നമ്മൾ ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നു, ഒരു 100 ഗിഗാവാട്ടിൻ്റെ സോളാർ ഇൻസ്റ്റാളേഷൻ വിത്തിൻ 10 years. അതാണ് നമ്മുടെ ശരിക്കും ഇന്ത്യയുടെ സോളാർ ജേണിയുടെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അവിടെ നിന്ന് നമ്മൾ 5 വർഷം കഴിയുമ്പോൾ 2015 ഇന്ത്യ അന്ന് കൈവരിച്ചത് ഏതാണ്ട് 5 ഗിഗാവാട്ട് ഓഫ് സോളാർ ഇൻസ്റ്റാളേഷനാണ്. 5 വർഷം കൊണ്ട് നമ്മൾ 5 ഗിഗാവാട്ട് എത്തിയ നമ്മൾ 2015 മുതൽ 2025 എന്നുള്ള ഈ കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ നമ്മൾ സോളാറിൻ്റെ അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് 133 ഗിഗാവാട്ടിൻ്റെ സോളാറിൻ്റെ ഒരു ഗ്രോത്താണ്, ഒരു അമേസിങ് ഗ്രോത്താണ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തോന്നാം എങ്ങനെയാണ് ഈ ഒരു വലിയ മാറ്റം ഉണ്ടായി എന്നുള്ളത്. ഇപ്പോൾ ഇന്ത്യയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 2030 എത്തുമ്പോഴത്തേക്കും 500 ഗിഗാവാട്ടിൻ്റെ സോളാർ ഇൻസ്റ്റാളേഷനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി ഇൻസ്റ്റാളേഷനാണ് 500 ഗിഗാവാട്ടാണ് ആഗ്രഹിക്കുന്നത്. ബട്ട് 2070 എത്തിച്ചേരുമ്പോൾ നമ്മൾ നെറ്റ് സീറോ കൺട്രി ആയിട്ട് മാറുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഭാരതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഒരുപാട് ഫാക്ടേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്ത്, റൈസിങ് ഡിമാൻഡ് ഒരുപാട് നമുക്ക് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ സാറ് പറഞ്ഞതുപോലെ മേക്ക് ഇൻ ഇന്ത്യ പ്രോജക്ട്സുകൾ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പ്രധാനമായും നമ്മൾ നോക്കുന്നത് നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് ടുവേഴ്സ് ദി ക്ലൈമറ്റ് ചേഞ്ച്. പാരീസ് അഗ്രിമെൻറ്റ് നമ്മൾ സൈൻ ചെയ്തതോടുകൂടി ഇന്ത്യ ഇന്ന് ലോകത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമായി മാറിയിരിക്കുകയാണ്.
നമുക്കറിയാം സോളാറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും ജർമ്മനിയാണ് നമ്മുടെ മുന്നിൽ വരാറുള്ളത്. പക്ഷേ ഇന്ന് ജർമ്മനി സോളാർ ഇൻസ്റ്റാളേഷൻ്റെ കാര്യത്തിൽ 5th പൊസിഷനിലും ജപ്പാൻ 4th നമ്മൾ ഇന്ത്യ 3ാം സ്ഥാനത്തുമാണുള്ളത്. നമ്മുടെ മുന്നിലുള്ളത് 2 രാജ്യങ്ങളാണ്, ഒന്ന് US, മറ്റൊന്ന് ചൈന. എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു വലിയ അച്ചീവ്മെൻറ്റ് നേടാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ പോളിസി ബാക്കപ്പുകളാണ്. കാലകാലങ്ങളായി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന നമ്മുടെ ഇൻഡസ്ട്രിക്ക് ആവശ്യമായ പുതിയ റിന്യൂവബിൾ എനർജിയുടെ പോളിസി ബാക്കപ്പിലൂടെയാണ് നമ്മൾ ഈ ഒരു വലിയ നേട്ടം അച്ചീവ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞത്. അപ്പോൾ എന്തൊക്കെയാണ് പോളിസി എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആദ്യം തന്നെ നമ്മൾ കൊണ്ടുവന്ന ഒരു പോളിസിയാണ് നമുക്ക് ഈ സോളാർ പാർക്കുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഒരു ഗ്രൗണ്ട് മൗണ്ടഡ് ഇൻസ്റ്റാളേഷനെ കുറിച്ച് ഏറ്റവും കൂടുതലായി നമുക്ക് ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളും സപ്പോർട്ട് ചെയ്തിരുന്നത് ഈ പറയുന്ന സോളാർ പാർക്ക് എന്ന് പറഞ്ഞ പോളിസി വന്നതോടുകൂടിയാണ്. നമുക്ക് തമിഴ്നാട്ടിലും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും വലിയ സോളാർ പാർക്കുകളുടെ ഇൻട്രൊഡക്ഷനോടുകൂടി നമ്മുടെ കപ്പാസിറ്റി അഡിഷൻ തന്നെ മാറുകയുണ്ടായി. അത് കഴിഞ്ഞ് ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പോളിസിയാണ് റൂഫ് ടോപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള PM സൂര്യഘർ മുക്തി യോജന എന്ന് പറയുന്ന ഒരു പോളിസി. അതെന്ന് പറയുന്നത് ഒരു 3 വർഷം മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് മാത്രമാണ്. അതിനു മുന്നേ നമ്മുടെ ഇന്ത്യയുടെ സോളാർ റൂഫ് ടോപ്പ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ 10 GW ആയിരുന്നു. ഇഫ് യു ആർ ലുക്കിംഗ് അറ്റ് ദി ഫൗണ്ടേഷൻ ഓൺ 2010 ടുവേഴ്സ് 2023 വരെ നമ്മൾ അച്ചീവ് ചെയ്തത് 10 GW ആണെങ്കിൽ വിത്തിൻ 3 years ഡൗൺ ടു ദ ലൈൻ ഇന്ന് നമ്മൾ റൂഫ് ടോപ്പിൽ 23 GW അച്ചീവ്മെൻറ്റ്സ് ഉണ്ടായി. അതിൻ്റെ ഒരു മേജർ ഡ്രൈവ് എന്ന് പറയുന്നത് PM സൂര്യഘറിൻ്റെ ഒരു പ്രോഗ്രാമാണ്. അതും രാജ്യത്തിൻ്റെ ആവശ്യമായിട്ടുള്ള ഒരു സബ്സിഡൈസ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ ഗവൺമെൻറ് ഇന്ത്യയിലെ എല്ലാ നാഷണലൈസ്ഡ് ബാങ്കുകളെയും ഒരുമിച്ച് ഒരു അംബ്രലയിൽ കൊണ്ടുവന്നുകൊണ്ട് കോമൺ മാനിനും സോളാർ എന്നുള്ള ഒരു അവകാശം എന്നുള്ള രീതിക്ക് സോളാർ മാറിയത് കൊണ്ടാണ് റൂഫ് ടോപ്പ് ഇത്രയും വലിയ രീതിക്ക് മുന്നേറാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. മൂന്നാമതായി എനിക്ക് തോന്നുന്ന ഒരു കാര്യം, നമ്മൾ സർവീസ് ഇൻഡസ്ട്രിയിൽ മാത്രമല്ല ലോകത്തിൽ മുന്നിലാകേണ്ടത്, മറിച്ച് നമുക്ക് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിലും നമ്മൾ മുന്നിലാകേണ്ട ആവശ്യകതയുണ്ട് എന്ന് ഗവൺമെൻറ് തിരിച്ചറിയുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് മേക്ക് ഇൻ ഇന്ത്യ പ്രോജക്ട്സുകൾ കൊണ്ടുവന്നു. അതിൽ പ്രത്യേകിച്ചും സോളാറിന് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ്സ് എന്ന് പറഞ്ഞ പുതിയൊരു സ്കീം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇന്ന് നമുക്ക് സ്വന്തമായി 120 GW മാനുഫാക്ചർ ചെയ്യാനുള്ള പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇന്ന് ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. എന്നാൽ നമ്മുടെ സെൽ മാനുഫാക്ചറിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഏതാണ്ട് 25 to 30 GW മാത്രമാണ് ഇന്ന് ഇന്ത്യയുടെ കപ്പാസിറ്റി എന്നുള്ളതാണ്. പക്ഷേ നമുക്കറിയാം, നമ്മൾ ചൈനയുമായി കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു പുതിയ ഇൻഡസ്ട്രി ആയിട്ട് കണക്ക് കൂട്ടുന്നതാണ് റിന്യൂവബിൾ എനർജി ഇൻഡസ്ട്രി. അതിനകത്ത് ഒരു ബാക്ക്വേർഡ് ഇൻറ്റിഗ്രേഷൻ്റെ പ്രൊഡക്ഷൻ ലൈനിലോട്ട് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ഈ വരുന്ന കാലഘട്ടങ്ങളിൽ തീർച്ചയായിട്ടും സെൽ മാനുഫാക്ചറിങ്ങിൻ്റെ കപ്പാസിറ്റി കൂട്ടാൻ കഴിയും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല എന്നുള്ളത് തന്നെ. പുതുതായിട്ട് വന്ന ചില പോളിസികൾ എന്ന് പറയുന്നത് സ്റ്റോറേജ് സിസ്റ്റംസ്. ഭാരതം മുന്നോട്ട് പോകണമെങ്കിൽ എനർജി ആവശ്യമാണ്. എനർജി വേണമെങ്കിൽ സ്റ്റോറേജ് നിർബന്ധമായും ഉണ്ടാകേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പുതിയ പോളിസീസ് സ്റ്റോറേജിനെ എൻകറേജ് ചെയ്തുകൊണ്ടുള്ളതാണ്. അതുകൊണ്ട് വീണ്ടും കൂടുതൽ മാനുഫാക്ചറിങ് സെക്ടറിൽ ഇന്ത്യ കടന്നു വരുന്നു. ചൈന മാത്രമല്ല, ഇന്ത്യയിലും കൂടുതലും എനർജി സ്റ്റോറേജ് സിസ്റ്റം മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഇംപ്രൂവ് ചെയ്യുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. അപ്പോൾ ഇത്തരം ഒരു 3-4 പോളിസി മാറ്റേഴ്സ് ആസ് എ ബാക്ക് ബോണായിട്ട് റിന്യൂവബിൾ എനർജി ഇൻഡസ്ട്രീനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓൾ ടുഗദർ റിന്യൂവബിൾ എനർജി ഇൻഡസ്ട്രി പറയുകയാണെങ്കിൽ 2015 അന്ന് നമ്മുടെ കപ്പാസിറ്റി വെറും
70 ഗിഗാവാട്ടായിരുന്ന റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി ഇന്ന് നമ്മൾ നോക്കുമ്പം ഏതാണ്ട് 265 ഗിഗാവാട്ടിൻ്റെ ഇൻസ്റ്റാൾ ചെയ്ത ഒരു കപ്പാസിറ്റി ഇന്ത്യയിൽ ഇപ്പോൾ ഉണ്ട് എന്നുള്ളത്. അതാണ് സാറ് നേരത്തെ പറഞ്ഞത് 51% നമ്മുടെ എനർജി റിക്വയർമെൻറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് റിന്യൂവബിൾ എനർജി എന്ന് വരുന്നതാണ്. സാർ അതിനോടൊപ്പം പറയുകയുണ്ടായി നമ്മൾ റിന്യൂവബിൾ എനർജി ഇൻഡസ്ട്രി പുതിയതാണ്, അപ്പോൾ എന്ത് കോൺട്രിബ്യൂഷനാണ് റിന്യൂവബിൾ എനർജി നമ്മുടെ ജോബ് സെക്ടറിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, സെൻട്രൽ മിനിസ്ട്രിയുടെ സ്കിൽ കൗൺസിൽ ഓഫ് ഗ്രീൻ ജോബ്സ് അവരുടെ ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് നമ്മളെല്ലാം കണ്ടതാണ്. എല്ലാ കോളേജസുകളിലും അറ്റ്ലീസ്റ്റ് 2-3 കോളേജസ് ഫ്രം കേരള അവർ സെലക്ട് ചെയ്തുകൊണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാംസ് നടത്തിക്കൊണ്ട് അവർ കൂടുതൽ ഗ്രാജുവേറ്റ്സിനെ നമ്മുടെ റിന്യൂവബിൾ ഇൻഡസ്ട്രി മേഖലയിൽ ജോലിക്കായി അയക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ മിയർലി ഒരു 10 ഇയേഴ്സ് മാത്രം ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പുതിയ ഇൻഡസ്ട്രിയായ റിന്യൂവബിൾ എനർജി ഇൻഡസ്ട്രിയിൽ ഇന്ന് ഏതാണ്ട് 1 മില്യൺ ജോബ്സ് ഓൾറെഡി സെക്യൂർഡ് ആണ് ഈ ഇൻഡസ്ട്രിയിൽ. ഇത് നെക്സ്റ്റ് ഒരു 5 ഇയേഴ്സിനകത്ത് ഏതാണ്ട് 7.8 മില്യൺ എക്സ്പെക്റ്റഡ് ജോബ് ക്രിയേഷൻസ് ഫ്രം ദ സെയിം ഇൻഡസ്ട്രിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഏറ്റവും ഫാസ്റ്റസ്റ്റായ രീതിക്ക് നമ്മുടെ ഈ ഇൻഡസ്ട്രി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകതയുള്ളത്. 2015 മുതൽ ഇന്ന് നമ്മൾ നോക്കുമ്പം മറ്റേതൊരു ഇൻഡസ്ട്രിയെക്കാളും അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ് സോളാർ ഇൻഡസ്ട്രി കൊണ്ടുവന്നിരിക്കുന്നത്. ഇറ്റ്സ് ഓൾമോസ്റ്റ് 25x ഗ്രോത്താണ് സോളാർ ഇൻഡസ്ട്രിയിലുണ്ടാകുന്നത്. ഇത് തികച്ചും നമ്മുടെ എനർജി റിക്വയർമെൻറ്റിന് ഏറ്റവും നല്ല രീതിക്ക് നമ്മുടെ സോളാർ അഡിഷൻ നൽകുന്നു എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ എനർജി ജനറേഷനിൽ സോളാർ സൗരോർജ്ജമാണ് നമ്മൾ കേട്ടത്. ഇനി എനർജി ജനറേഷൻ സൈഡിൽ നമ്മൾ വിൻഡ് എനർജിയെക്കുറിച്ച് കേൾക്കാം. ഒരു സമയത്ത് ഇന്ത്യ വിൻഡ് എനർജി മെഷീൻസ് ജർമ്മനിയിൽ നിന്നും ഡെൻമാർക്കിൽ നിന്നൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നു. ഇമ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയത്. ഇന്നിപ്പം തിരിച്ചങ്ങോട്ട് കൊടുക്കുന്ന ഒരു കൺട്രി ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അതും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ശ്രീ പ്രമോദ്. നമസ്കാരം. എനിക്ക് തോന്നുന്നു ആമുഖമായി ഡോക്ടർ ഹരികുമാർ പറഞ്ഞതിനോട് കുറച്ച് കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ടെന്നാണ്. കാരണം വികസനത്തിൻ്റെ ചാലകശക്തിയാണ് ഊർജം. ഒരുപക്ഷെ ആയിരുന്നു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരിയെന്ന് തോന്നുന്നു. കാരണം ഊർജത്തിൻ്റെ നിർവചനത്തിൻ്റെ വ്യാപ്തി കൂടുതൽ വിസ്തൃതമായിട്ടുണ്ട്. അത് മറ്റ് മേഖലകളിൽ കൂടുതലായി ഇടപെടാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് രാഷ്ട്രീയമായും സാമൂഹികമായും എക്കണോമിക്കലായുമുള്ള അതിൻ്റെ ഇമ്പാക്റ്റ് കൂടുതലായി നമ്മൾ അനുഭവിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഊർജം എന്ന് പറയുന്നത് യുദ്ധങ്ങൾക്കും മറ്റ് ജിയോ പൊളിറ്റിക്കൽ സംഘർഷങ്ങൾക്കും കാരണമാവുന്നുണ്ട്. നമുക്കറിയാം, US വെനിസ്വേലയിൽ ഇടപെടുന്നതും അല്ലെങ്കിൽ ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം നടക്കുന്നതും അവർ വെളിയിൽ പറയുന്ന കാരണങ്ങളാലല്ല ഒരുപക്ഷെ നടക്കുന്നത്. അപ്പോൾ ആ ഒരു അവസരത്തിലാണ് എനിക്ക് തോന്നുന്നത് ഇത്തരം ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളിൽ ഈ ഊർജ സംബന്ധിയായ ഡിസ്കഷൻസ് നടക്കേണ്ടതിൻ്റെ ആവശ്യകത വരുന്നത്. ഒരുപക്ഷെ മാതൃഭൂമി അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കണം ഇത്തരം ഒരു വിഷയം ഇവിടെ ചർച്ചയ്ക്ക് വെച്ചത്. അപ്പോൾ ആ ഒരു ആമുഖത്തോടു കൂടി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഒരുപക്ഷെ വർദ്ധിച്ചു വരുന്ന പരിസ്ഥിതിയുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നതോടുകൂടിയാണ് നമ്മൾ ഈ റിന്യൂവബിൾ എനർജിയുടെ വളർച്ച കണ്ടു തുടങ്ങുന്നത്. അതിന് ഒരു ഉപോത്ബലകമായി നടന്ന ഒരു കാര്യം എന്ന് പറയുന്നത് UN സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് അവർ നിർവചിച്ചതാണ്.
അപ്പോൾ അതിൽ മറ്റു കാര്യങ്ങൾ പലതുമുണ്ട്. പോവർട്ടി ഇറാഡിക്കേഷനും ക്ലൈമറ്റ് ചേഞ്ചും ഒക്കെ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ 7ാമത്തെ SDG 7 ആയിട്ടുള്ളത് ക്ലീൻ ആൻഡ് അഫോർഡബിൾ പവർ ഫോർ ഓൾ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ വരുന്നത് അഫോർഡബിൾ, സസ്റ്റൈനബിൾ, മോഡേൺ എനർജി ഫോർ ഓൾ. അപ്പോൾ ആരെയും അവർ വിട്ടുകളയുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഈ ക്ലീനായ അഫോർഡബിളായ പവർ വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന് റിന്യൂവബിൾ എനർജി തന്നെ ആയിരിക്കും സഹായിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് 2022 നമ്മൾ നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻസ് NDCs എന്ന് പറയും. അത് നേരത്തെ പാനലിസ്റ്റ് സൂചിപ്പിച്ചതുപോലെ 500 ഗിഗാവാട്ട് 2030 ആകുമ്പോഴേക്കും റിന്യൂവബിൾ എനർജിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുക എന്നതും 50% അത് നമ്മൾ ഓൾറെഡി അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി 50% റിന്യൂവബിൾ എനർജിയിൽ നിന്ന് ഉണ്ടാക്കുക എന്നുള്ളത് അത് നമ്മൾ ഓൾറെഡി അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ എമിഷൻ സംബന്ധമായ മറ്റ് കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഈ ഒരു NDC നമ്മൾ ഡിക്ലെയർ ചെയ്തതോടുകൂടെയാണ് വളരെ കൂടിയ നിരക്കിലുള്ള ഒരു വർധനവ് ഇൻസ്റ്റാൾ കപ്പാസിറ്റിയിൽ ഉണ്ടായത്. അത് പ്രത്യേകിച്ചും അതുവരെ കോൾ ബേസ്ഡ് തെർമൽ പവർ പ്ലാന്റിൽ നിലനിന്നിരുന്ന വളർച്ച അതിനെ മറികടന്ന് റിന്യൂവബിൾ എനർജിയിൽ ഒരു വളർച്ച വരുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഒരുപക്ഷേ ഇപ്പോൾ ഏതാണ്ട് 5 ലക്ഷത്തോളമാണ് നമ്മുടെ ഇൻസ്റ്റാൾ കപ്പാസിറ്റി എന്ന് ആമുഖത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതിൽ ഇപ്പോൾ ഏതാണ്ട് 50%-ലധികം റിന്യൂവബിൾ എനർജിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ കോളിൻ്റെ ആ ഷെയർ എന്ന് പറഞ്ഞത് കുറഞ്ഞു വരികയാണ്. അപ്പോൾ അത് എൻവയൺമെൻറ്റിന് വളരെയധികം സഹായകമായ ഒരു കാര്യവും കൂടാണ്. ഇനി വിൻഡിൻ്റെ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും ആദ്യം കമേഴ്ഷ്യലൈസ് ചെയ്യപ്പെട്ട ഒരു സ്രോതസ്സാണ് വിൻഡ് എനർജി എന്ന് പറയുന്നത്. വളരെ മുമ്പ് തന്നെ ഇന്ത്യക്ക് വെളിയിലും വളരെയധികം വിൻഡ് ഫാംസ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യകാലങ്ങളിൽ വിൻഡ് എനർജിയുടെ വളർച്ച എന്ന് പറയുന്നത് സോളാറിൻ്റെ വളർച്ചയേക്കാൾ വളരെ കൂടുതലായിരുന്നു. ഒരു കാലത്ത് എന്താണെന്ന് വെച്ചാൽ വിൻഡ് എനർജി, റിന്യൂവബിൾ എനർജി എന്ന് പറയുന്നത്, അതായത് ആദ്യകാലത്ത് ബിഗ് ഹൈഡ്രോ, അത് സാധാരണഗതിയിലുള്ള ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകൾ റിന്യൂവബിൾ എനർജിയുടെ നിർവചനത്തിൽ വരുമായിരുന്നില്ല. ആ കാലത്ത് റിന്യൂവബിൾ എനർജി എന്ന് പറയുന്നത് വിൻഡ് എനർജി ആണ് എന്നുള്ള തരത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അത്രയുമായിരുന്നു വിൻഡ് എനർജിയുടെ വളർച്ച. പക്ഷേ പിന്നീട് നമ്മൾ കാണുന്നത് ഏതാണ്ട് ഒരു 2021 ആദ്യത്തോടു കൂടി തന്നെ വിൻഡിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് സോളാർ മുന്നേറുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മൾ റീസെൻ്റായിട്ടുള്ള ഇത് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 2014 ഈ 5 ലക്ഷം ഉണ്ടായിരുന്നത് 2,50,000 നമ്മുടെ ഇൻസ്റ്റാൾ കപ്പാസിറ്റി. അത് ഞാൻ പറയുന്നത് തെർമലും മറ്റ് റിന്യൂവബിൾ എനർജി അന്ന് നിലവിലിരുന്ന റിന്യൂവബിൾ എനർജി പ്രോജക്ട്സും എല്ലാം കൂടെ 2014 2,50,000 ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ 2025 എത്തുമ്പോഴേക്കും അത് ഇരട്ടിയായിരിക്കുകയാണ്. അതേസമയം വിൻഡിൻ്റെ വളർച്ച നോക്കിയാൽ 2014 ഏതാണ്ട് 21 ജിഗാവാട്ട് ഇൻസ്റ്റാൾ കപ്പാസിറ്റി വിൻഡിനുണ്ടായിരുന്നു. ഇപ്പോഴത് ഏതാണ്ട് 54, അതായത് 50% മീൻസ് ഇരട്ടിയിലധികം വർധന ഉണ്ടായിട്ടുണ്ട്. മൊത്തം എനർജി കപ്പാസിറ്റി കൂടിയതിനേക്കാൾ അധികം റേറ്റിലാണ് വിൻഡിൻ്റെ അത് കൂടിയിട്ടുള്ളത്. അതേസമയം സോളാറിൻ്റെ വളർച്ച അതിലും മികച്ചതാണ്. നമുക്ക് അതിൻ്റെ മാനുഫാക്ചറിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയിൽ കാര്യമായി നടക്കുന്നത് അസംബ്ലിയാണ്. ഏതാണ്ട് 18 ജിഗാവാട്ട് 20 ജിഗാവാട്ടിനടുത്തുള്ള
ഒരു അസംബ്ലി കപ്പാസിറ്റി ഇന്ത്യയിൽ ഇന്ന് നിലവിലുണ്ട്. പക്ഷെ നമ്മളെ ഒരു വർഷത്തെ ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്നത് ഒരു 6 ജിഗാവാട്ട്, അതായത് ഈ കഴിഞ്ഞ വർഷം 6 ജിഗാവാട്ടാണ് നമ്മുടെ വളർച്ച ഉണ്ടായിരുന്നത്. അപ്പം നമുക്ക് ആവശ്യത്തിലധികം മാനുഫാക്ചറിങ് എന്ന് പറയുമ്പോൾ വീണ്ടും അസംബ്ലിയാണ് അവിടെ കാര്യമായി വരുന്നത്. അല്ലാതെ ചില ഘടകങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതുമുണ്ട്. അതായത് ബ്ലേഡ്, ഗിയർ ബോക്സ്, ഓൾട്ടർനേറ്റർ, ഈവൻ ടവറിൻ്റെ ഭാഗങ്ങളും ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ നെയ്സലിൻ്റെ കാര്യത്തിൽ കാര്യമായി അസംബ്ലിയാണ് നടക്കുന്നത്. ഈ വിൻഡ് എനർജിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ റിന്യൂവബിൾ എനർജി സോഴ്സസിൽ ഏറ്റവും അധികം ഇൻ്റർമിറ്റൻ്റ് ആയിട്ട്, അതായത് വേരിയബിൾ ആയിട്ടുള്ള ഒരു സോഴ്സാണ് വിൻഡ് എനർജി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഒരു റിസോഴ്സ് അസസ്മെൻറ്റ്, അതായത് നമ്മൾ ഒരു വിൻഡ് ടർബൈൻ നമ്മൾ സ്ഥാപിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എത്ര ഊർജം കിട്ടും എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി കണക്കാക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒരു എക്കണോമിക് ഫീസിബിലിറ്റി അറിയുന്നതിന് വേണ്ടി ഇത്തരം ഒരു പഠനം വളരെ അത്യാവശ്യമാണ്. മറ്റു റിന്യൂവബിൾ സ്രോതസ്സുകളിൽ നിന്ന് വിൻഡിനെ മാറ്റി നിർത്തുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ സോളാറാണെങ്കിലും അത് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഇത്രയും ഒരു വിശാലമായ അർത്ഥത്തിൽ അതിൻ്റെ ആവശ്യമില്ല. കാരണം സോളാർ എന്ന് പറയുന്നത് സൂര്യോദയം മുതൽ നമുക്ക് അസ്തമയം വരെ കിട്ടുകയുള്ളൂ എന്നുള്ള ഒരു സെർട്ടനിറ്റി അതിനുണ്ട്. പക്ഷേ വിൻഡിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ഇതില്ല. അപ്പോൾ നമ്മൾ മിനിമം ഒരു വർഷമെങ്കിലും പഠിച്ച ശേഷമാണ് ഈ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നുള്ള തീരുമാനമെടുക്കുന്നത്. അതിനു മുന്നേ നമുക്ക് ഏതാണ്ട് ഇത്രയും ഊർജം അതിൽ നിന്ന് ലഭിക്കും, അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് എത്ര ചിലവാകും, ഇതിൽ നിന്ന് നമുക്ക് എത്ര വരുമാനമുണ്ടാകും, അതൊക്കെ നോക്കിയ ശേഷമാണ് അത്തരമൊരു തീരുമാനമെടുക്കുന്നത്. ഈ ഒരു കാര്യം വിൻഡ് എനർജി ക്രിയേറ്റ് ചെയ്യുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ കാര്യത്തിലും ഒരു അനുകൂല ഘടകമായി വർത്തിക്കുന്നുണ്ട്. കാരണം ഓരോ പ്രോജക്റ്റിനും നമ്മൾ ഈ ഒരു എക്സസൈസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് എക്സ്പേർട്സിൻ്റെ ആവശ്യമുണ്ട്. എൻജിനീയേഴ്സ് ആയാലും മറ്റ് കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കുന്ന ആൾക്കാരായാലും സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നവരായാലും അത്തരം ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി കൂടുതലായി വരുന്നുണ്ട്. ഇൻ്റർമീഡിയൻ്റ് ആയിട്ടുള്ള 2 സ്രോതസ്സ് കേട്ടു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ഗ്രിഡിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ സ്റ്റോറേജിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ആ സ്റ്റോറേജിനെ കുറിച്ച് പ്രത്യേകിച്ച് പമ്പ്ഡ് സ്റ്റോറേജ് പ്രോജക്ട്സിനെ കുറിച്ച് ശ്രീ അനിൽ. ഹരി സാറ് പറഞ്ഞു, ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഇൻസ്റ്റാൾ കപ്പാസിറ്റി അറൗണ്ട് 4000 to 4500 മെഗാവാട്ട് റേഞ്ചാണെന്നുള്ളത്. ഇത് നമ്മൾ കേരളത്തിലൊരു 1920s ഇത് തുടങ്ങിയിട്ടുണ്ട്. 1920s നമ്മളറിയാം ഗ്യാസ് ഹൗസ്, പവർ ഹൗസ് എന്നൊക്കെ വെച്ച് കേട്ടിട്ടില്ലേ? അവിടെ ഈ റെയിൽവേക്കൊക്കെ വേണ്ടിയിട്ട് ചെറിയ ജനറേറ്റർ ഓടിച്ച് വർക്ക്ഷോപ്പുകൾ ഓടിച്ചിരുന്നു. കൂടാതെ മൂന്നാറിലൊക്കെ തേയില ഫാക്ടറിയിലും അങ്ങനെ ഫാക്ടറികളിലൊക്കെ ചെറിയ ടർബൈൻസ്, മൈക്രോ ടർബൈൻസ് ഓടിച്ചിട്ട് ബെൽറ്റ് വെച്ച് കറക്കി ലെയ്ത്തും അങ്ങനെയുള്ള എക്യുപ്മെൻസും പിന്നെ അല്ലാതെ ലൈറ്റിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. നമ്മുടെ കേരളത്തിൽ തുടങ്ങുന്നത് 1940 പഴയ തിരുവിതാംകൂർ നമ്മുടെ CP രാമസ്വാമി അയ്യർ, അദ്ദേഹം സർ CP രാമസ്വാമി അയ്യരുടെ കാലത്താണ് ഇവിടെ കേരളത്തിലൊരു വൈദ്യുത ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് വേണമെന്നുള്ളൊരു കൺസീവ് ചെയ്യുന്നത്. അതിനുശേഷം 44-46 കാലഘട്ടത്തിലാണ് നമ്മുടെ അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവ് ബാലരാമവർമ്മ അദ്ദേഹം യൂറോപ്പിൽ ഈവൻ ഓസ്ട്രേലിയ വരെ പോയി ഈ ചില പ്ലാന്റ് കണ്ട് മെഷീനറി കണ്ട് അവിടെ ഓർഡർ കൊടുത്ത് ആണ് ഇന്ത്യയിലെ ഈ കേരളത്തിലെ ആദ്യത്തെ പ്ലാന്റ്, അതായത് പള്ളിവാസൽ തുടങ്ങുന്നത്. പക്ഷേ അതിൻ്റെ രസകരമായ ഭാഗം, അതായത് കമ്മീഷൻ ചെയ്യുന്ന ഫസ്റ്റ് മെഷീൻ കമ്മീഷൻ ചെയ്യുന്നത് 12.5 മെഗാവാട്ടിൻ്റെ കമ്മീഷൻ ചെയ്യുന്നത് 1950-ലാണ്. അത് കമ്മീഷൻ ചെയ്തത് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്, ഇലക്റ്റഡ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ ചീഫ് മിനിസ്റ്ററായിരുന്ന ശ്രീ EMS ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. അതിനുശേഷം 51-52 2 മെഷീനും കൂടെ കമ്മീഷൻ ചെയ്തു. അങ്ങനെ അത് 27.5 മെഗാവാട്ടിൻ്റെ ഒരു പ്രോജക്റ്റ്, അതിലാണ് നമ്മുടെ തുടക്കം. ആ തുടക്കത്തിൽ നിന്ന് നമ്മളിപ്പം 5000 മെഗാവാട്ട് അടുപ്പിച്ച് വന്നിട്ടുണ്ട്. അതിനകത്ത് ഹൈഡ്രോ
KSEB ആണ് ഹൈഡ്രോ അന്ന് നോക്കിക്കൊണ്ടിരുന്നത്. KSEBയുടെ ധാരാളം പ്രോജക്ട്സ് ഉണ്ട്, നമുക്ക് ധാരാളം വെള്ളമുണ്ട്. പക്ഷേ ഇതിനകത്തൊരു അബദ്ധം പറ്റിയത്, നമ്മൾ കൂടുതൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതിന് ചിലവില്ല എന്ന് പറഞ്ഞിട്ട് പല പ്രോജക്റ്റുകളും നമ്മൾ സ്റ്റാൾ ചെയ്ത് വെച്ചു. അന്ന് സ്റ്റാൾ ചെയ്ത് വെച്ച പ്രോജക്റ്റുകൾ ഇനി ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതായത് MoEFൻ്റെ ഒക്കെ റൂൾസൊക്കെ വളരെ സ്ട്രിക്റ്റാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രോജക്ട്സ് ഇനി ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കും. അപ്പോൾ ഈ ഹൈഡ്രോ ടർബൈൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ചെറിയൊരു പമ്പ് തിരിച്ച് കറക്കുന്നതാണ് ഹൈഡ്രോ ടർബൈൻ എന്ന് പറയുന്നത്. അതിനുള്ള മെക്കാനിസംസും ബാക്കിയുള്ള എല്ലാമാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പം അതിനകത്ത് പല ടൈപ്പുണ്ട്. നമ്മൾ പുതിയതായിട്ട് വരുന്നത് കൈനറ്റിക് ടർബൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് വെലോസിറ്റി കൊണ്ട് ഓടുന്ന ടർബൈൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ വാട്ടർ വീൽസ്, അതൊക്കെ ചെറിയ ചെറിയ പ്രോജക്ട്സിനെ പറ്റത്തുള്ളൂ, അത് കോസ്റ്റും കൂടുതലാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ഈ ഹൈഡ്രോ ഉണ്ട്, അതുപോലെ ഈ നമ്മുടെ നോൺ കൺവെൻഷണൽ എനർജി വരുന്നുണ്ട്. അതൊന്നും ഫേമല്ല, ഇൻഫേം പവറാണ്. ഒരു ക്ലൗഡ് കവർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സോളാർ അപ്ലൈ തീരും. അതുപോലെ മഴയില്ല അല്ലെങ്കിൽ കാറ്റില്ലെങ്കിൽ നമുക്ക് ഇത് വിൻഡ് ടർബൈൻസ് കണക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫേം പവർ ബാലൻസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു സ്റ്റോറേജ് ഇത് വേണം. അത് ബാറ്ററി ആവാം, ബാറ്ററി വളരെ കോസ്റ്റ്ലിയാണ്. അല്ലെങ്കിൽ വെള്ളത്തിൽ സ്റ്റോർ ചെയ്യുക, അതാണ് പമ്പ് സ്റ്റോറേജ് എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത്. പമ്പ് സ്റ്റോറേജ് അതായത് 2 റിസർവെയർ, ഒരെണ്ണം അപ്പർ റിസർവെയർ, എലിവേറ്റഡ് ആയിട്ടുള്ള പൊസിഷനിലൊരു അപ്പർ റിസർവെയർ, അതിനുശേഷം അവിടുന്ന് പൈപ്പ് വഴി ഈ പവർ ഹൗസിലേക്ക് വെള്ളം എത്തിക്കുക. ആ പവർ ഹൗസിലുള്ള ഇപ്പോഴത്തെ ടർബൈൻസ് എന്ന് പറയുന്നത് പമ്പായിട്ടും വർക്ക് ചെയ്യാം, ടർബൈനായിട്ടും വർക്ക് ചെയ്യാം, അങ്ങനത്തെ ടർബൈൻസാണ്. അത് പവർ ജനറേഷൻ കഴിഞ്ഞിട്ട് വരുന്ന ടെയിൽ റേസ് ആ വെള്ളം താഴത്തൊരു റിസർവെയർ, ലോവർ റിസർവെയറിൽ സ്റ്റോർ ചെയ്യുക. അതിനുശേഷം ഡേ ടൈമിൽ നമുക്ക് ഇതുപോലെയുള്ള ഇൻഫേം എനർജി എന്നുള്ള സോളാർ അല്ലെങ്കിൽ വിൻഡിൽ നിന്നുള്ള റേറ്റ് കുറഞ്ഞിട്ടുള്ള പവർ കിട്ടും. ആ സമയത്ത് താഴത്തെ റിസർവെയറിൽ നിന്നും വെള്ളം മുകളിലോട്ട് പമ്പ് ചെയ്തിടുക. അതിനുശേഷം പീക്ക് അവറിൽ, അതായത് ഈവനിങ് ടൈമിൽ, ആ പീക്ക് അവറിൽ നമ്മൾ ഈ വെള്ളം ഉപയോഗിച്ച് കറണ്ട് ജനറേറ്റ് ചെയ്യുക. അപ്പോൾ അന്ന് ഈ പീക്ക് അവറിൽ എന്ന് വെച്ചാൽ കറണ്ടിൻ്റെ ചാർജ് വളരെ കൂടുതലായിരിക്കും. അത് മാത്രമല്ല, ഈ ഇൻഫേം പവർ, റിന്യൂവബിൾ എനർജിയിൽ ഇൻഫേം പവർ ധാരാളം വരുന്ന കാരണം അതിനെ ബാലൻസ് ചെയ്യാൻ ഒരു സ്റ്റോറേജ് മെക്കാനിസമാണിത്. ബാറ്ററി വളരെ കോസ്റ്റ്ലിയാണ്. ഇത് നല്ല വലിയ റിസർവർ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടമാനം വെള്ളം സ്റ്റോർ ചെയ്യാം, അതൊരു വലിയ ബാറ്ററിയുടെ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഈ പംപ്ഡ് സ്റ്റോറേജ് പ്രോജക്ട്സ് ഇപ്പം കണ്ടമാനം നമുക്ക് ഇത് പോപ്പുലറായിട്ട് വരുന്നത്. ഇതിപ്പം പംപ്ഡ് സ്റ്റോറേജ് നമ്മൾ ഇപ്പം തന്നെ ഒരു 5 പ്രോജക്റ്റോളം കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. 5 പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം 1984 തമിഴ്നാട്ടിൽ കമ്മീഷൻ ചെയ്തതാണ്. ഈ നമ്മളെ ഹൈപ്പൊക്കെ വരുന്നതിന് മുമ്പ് കമ്മീഷൻ ചെയ്ത പ്രോജക്റ്റാണ്. അതിൻ്റെ പേരാണ് കാടമ്പരി പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അത് 400 മെഗാവാട്ടിൻ്റെ പ്രോജക്റ്റ് കാടമ്പരി, അത് 86 കമ്മീഷൻ ചെയ്തതാണ്. അതുപോലെ പുരുലിയ എന്ന് പറയുന്ന വെസ്റ്റ് ബംഗാളിലുണ്ട് പ്രോജക്റ്റ് ഉണ്ട്, അത് 900 മെഗാവാട്ട്, അത് 2007 കമ്മീഷൻ ചെയ്തതാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം കമ്മീഷൻ ചെയ്ത പ്രോജക്റ്റാണ് ടെഹറി പമ്പ് സ്റ്റോറേജ് പ്രോജക്റ്റ്, ഉത്തരാഖണ്ഡ്. THDC ആണ് കമ്മീഷൻ ചെയ്തത്. അതിന് 1000 മെഗാവാട്ട് കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ പ്രൈവറ്റ് സെക്ടറിലും കണ്ടമാനം പ്രോജക്ട്സ് വരുന്നുണ്ട്. പ്രൈവറ്റ് സെക്ടറിൽ ഇപ്പോൾ തന്നെ ഗ്രീൻകോ ആന്ധ്രാപ്രദേശിൽ ഗണ്ടിക്കോട്ടു PSP, അത് 1200 മെഗാവാട്ടാണ്. ആ പറയുന്ന സ്ഥലത്ത് ഒരു നദി പോലും ഇല്ല. അതാണ് എൻ്റെ രസം. ഒരു നാച്ചുറൽ റിസർവർ ടോപ്പ് ലെവലിലുണ്ടായിരുന്നു. അവർ താഴത്ത് വേറൊരു റിസർവർ ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വേറൊരു ഡാമിൽ നിന്നും പമ്പ് ചെയ്ത് വെള്ളം നിറച്ചാണ് ഈ റിസർവർ ഫില്ല് ചെയ്തത്. അതിനുശേഷം പിന്നെ ഇത് മെഷീൻ വർക്ക് ചെയ്യുമ്പോൾ കുറേ എവാപ്പറേഷൻ അങ്ങനെ ലോസസ് വരും. അത് ഇടയ്ക്കുള്ള മഴ പെയ്യുമ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്തു പോകും. അപ്പോൾ അങ്ങനെ വരെ പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ പ്രൈവറ്റ് സെക്ടറാണ് ഞാൻ പറയുന്നത്. അതുപോലെ ഗ്രീൻകോയുടെ വേറൊരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ പുന്നാപുരം PSP, അതിൻ്റെ ആദ്യത്തെ ഫേസ് 1200 മെഗാവാട്ട് ഓൾറെഡി കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞു. ഇത് ഈ 25-ലാണ് കമ്മീഷൻ ചെയ്തത്. അതിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 4800 മെഗാവാട്ടാണ്. അപ്പോൾ ഈ ഒരു ലെവലിലാണ് നമ്മുടെ ബാക്കി സംസ്ഥാനങ്ങൾ പോകുന്നത്, ഈവൻ ഗവൺമെൻറ് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും. നമ്മുടെ ഇവിടെ എന്തുകൊണ്ടോ അത് വളരെ കാലം മുമ്പേ ഇതിനുള്ള സ്റ്റഡീസൊക്കെ തുടങ്ങിയാണ്. പക്ഷേ ഇതൊട്ടും വയബിളല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പതുക്കെ ഇരുന്നു. അതിൻ്റെ ഒരു കുറവ് നമുക്കുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 100 100 പ്രോജക്ട്സിൻ്റെ റിപ്പോർട്ട്സ് ഡൽഹി കെട്ടിക്കിടക്കുക എന്നാണ് പറയുന്നത്. 100 100 പ്രോജക്ട്സിൻ്റെ റിപ്പോർട്ട്സ് ഡൽഹി കെട്ടിക്കിടക്കുക. 100 100 പ്രോജക്ട്സിൻ്റെ റിപ്പോർട്ട്സ് ഡൽഹി കെട്ടിക്കിടക്കുക എന്നാണ് പറയുന്നത്. 100 100 പ്രോജക്ട്സിൻ്റെ റിപ്പോർട്ട്സ്
അപ്പോൾ നമ്മുടെ ഒരു പുതിയ പ്രോജക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രിലിമിനറി സ്റ്റഡി കഴിഞ്ഞ് അതിനൊരു DPR ഉണ്ടാകണമെങ്കിൽ തന്നെ 2 കൊല്ലം എടുക്കും. അതിനുശേഷം ഈ CEAയുടെ ക്ലിയറൻസ് വേണം, അതിനും എടുക്കും ഒരു 5-6 മാസം. പിന്നെ എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് അതിനും ഒരു 1-2 കൊല്ലം എടുക്കും. അപ്പോൾ മിനിമം നമ്മളൊരു പ്രോജക്റ്റ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 4 മുതൽ 5 കൊല്ലം വരെയുള്ള ഡിലേ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോഴും റണ്ണിങ് ഇതിൻ്റെ പുറയിലാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിപ്പം കണ്ടമാനം ഇതുണ്ട്, പുതിയ പോളിസി തന്നെ വന്നിട്ടുണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് പവറിൻ്റെ പോളിസിയുണ്ട്. ഈ പമ്പ് സ്റ്റോറേജ് പോളിസി 25 ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ ഈ പമ്പ് സ്റ്റോറേജിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നമ്മുടെ റോഡ്സ്, അതുപോലെ റോഡ്സ് വരുന്ന ബ്രിഡ്ജസ്, ഇതെല്ലാം ഗവൺമെൻറ് ലെവലിൽ തന്നെ കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഒരു പദ്ധതിയുണ്ട്. അതുപോലെ ഇതിനകത്തുള്ള വീലിംഗ് ട്രാൻസ്മിഷൻ അത് ഫ്രീ ആക്കി കൊടുത്തിട്ടുണ്ട് 25 കൊല്ലം വരെ. അതായത് 2028 വരെ അപ്രൂവൽ എടുക്കുന്ന പ്രോജക്ട്സിന് 25 കൊല്ലം വരെ ഈ ട്രാൻസ്മിഷൻ ചാർജസ് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ബാലൻസിങ് റിസർവർ പോലെ ആക്ട് ചെയ്യുന്നുണ്ട്. അത് തന്നെ ഒരു കൊമേഴ്സ്യൽ ഇതാണ്. ബാലൻസിങ് റിസർവർ പോലെ ആക്ട് ചെയ്യുന്നു. അതുപോലെ ഫ്രീക്വൻസി കൺട്രോളിന് വേണ്ടി ഈ സാധനം ഉപയോഗിക്കാം. നമ്മളീ പറഞ്ഞ ഗ്രീൻകോയൊക്കെ അവർക്ക് ഓൾറെഡി ഒരു ഹൈബ്രിഡ് സിസ്റ്റം ഉള്ളതാണ്. അവർ 10-15 മെഗാവാട്ടിൻ്റെ പ്രോജക്ട്സ് ചെയ്യുന്ന ഇതാണ്. അവർക്ക് വിൻഡുണ്ട്, ഹൈഡ്രോ ഉണ്ട്, തെർമലും ഉണ്ട്. അപ്പോൾ അവർക്ക് വളരെ കൺവീനിയൻ്റ് ആണ്. അവർക്ക് അവരുടെ തന്നെ സാധനം സ്റ്റോർ ചെയ്യാനും ഇത് ചെയ്യാനും പറ്റും. പക്ഷേ as such നമ്മുടെ ഇത് നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ വളരെ കോസ്റ്റ്ലിയാണ്. 1 മെഗാവാട്ടിന് ഏകദേശം 5.5 കോടി മുതൽ 6 കോടി വരെ കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് ഉണ്ടായിരുന്നു, അതിടയ്ക്ക് നിന്നു. വീണ്ടും വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് വന്നിട്ടുണ്ട്. അതായത് ബാറ്ററി സ്റ്റോറേജ് പ്രോജക്ട്സിന് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് ഉണ്ട്. അപ്പോൾ ഇതിനെയും പമ്പ് സ്റ്റോറേജിനെയും ബാറ്ററി സ്റ്റോറേജ് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല പ്രൊമോഷണൽ ആക്ടിവിറ്റി ഉണ്ട്. നമ്മൾ അതിക്രമിച്ചിരിക്കും നമ്മുടെ ഇവിടെ ഈ പ്രോജക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു. ഓക്കെ, ഇതിലെ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റിസർച്ച് കമ്മ്യൂണിറ്റിയുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? ബാറ്ററി സ്റ്റോറേജിനെ കുറിച്ചും ഇലക്ട്രിക് വെഹിക്കിളിലും കൂടി വർക്ക് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് മാക്സിമം 10 മിനിറ്റിൽ ഒതുക്കി ശ്രീ ശങ്കർ. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ശങ്കർ നളിനാക്ഷൻ, അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിലെ ഫാക്കൽറ്റിയാണ്. അപ്പം ഇപ്പം എൻ്റെ കൂടെ ഉള്ള പാനലിൽ എല്ലാവരും ഇൻഡസ്ട്രി പേഴ്സൺസാണ്, ഞാൻ മാത്രമേ ഉള്ളൂ അക്കാഡമിക് സൈഡിൽ നിന്ന് വന്നേക്കുന്നത്. അപ്പം നമ്മളീ പറയുവാണെങ്കിൽ ഇലക്ട്രിഫിക്കേഷൻ എന്ന് നമ്മൾ പറഞ്ഞു, അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ 16th സെഞ്ച്വറീസിൽ നമ്മൾ ബ്ലൂ വെയിലിൻ്റെ ഓയിൽ എടുത്തിട്ടാണ് ആദ്യം സ്ട്രീറ്റ് ലൈറ്റ്സ് കത്തിച്ചിരുന്നത്. പിന്നെ അവിടെ നമുക്ക് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നു, നമ്മൾ ഡീസൽ കെറോസിൻ, ഡീസൽ, പെട്രോളിയം പ്രോഡക്ട്സ് പോയി. പിന്നെ ഒരു 2020 ആയപ്പോഴത്തേക്കും നമ്മൾ സോളാർ, വിൻഡ് പോയി. ഇപ്പം നമ്മൾ ഹൈഡ്രജൻ എനർജിയിൽ വന്നിരിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബയോഫ്യൂവൽസ് എന്ന ലൈക്ക് വാട്ട് ആർ ദ വേരിയസ് വേയ്സ് ഇൻ വിച്ച് വി ക്യാൻ ജനറേറ്റ് ബയോഫ്യൂവൽസ്. ഇപ്പം നമ്മൾ ഈ സോളാർ, വിൻഡിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഓക്കെ ഫൈൻ, വി ഹാവ് ടു ക്ലോസ് ഓൾ അവർ റിഫൈനറീസ്. പക്ഷേ നമ്മൾ റിഫൈനറീസിൽ എന്താ ചെയ്യുന്നത്, നമ്മൾ റീഡിഫൈൻ ചെയ്യുന്നുണ്ട് ആ റിഫൈനിങ് പ്രോസസ്സ്, കാർബൺ എമിഷൻസ് കുറച്ച്. ഞാനിത് പറയാനുള്ള കാര്യം വെച്ചാൽ ഞാൻ എൻ്റെ PhD ചെയ്തത് കൊച്ചിൻ റിഫൈനറിയിലാണ്. അപ്പം ഒരു അനദർ 50 to 60 ഇയേഴ്സ് ഐ തിങ്ക് നമ്മളെന്തായാലും പെട്രോളിയം പ്രോഡക്ട്സ് യൂസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ എഡ്യൂക്കേഷൻ സെക്ടറിൽ നമ്മൾ പറയുവാണെങ്കിൽ ഈ പറഞ്ഞ ട്രാൻസിഷൻ 17th സെഞ്ച്വറി തൊട്ട് നമുക്ക് ഇപ്പം വരെയുള്ള 20s അല്ലെങ്കിൽ 26 വരെയുള്ള ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു 1 day കൊണ്ടുണ്ടായതല്ല. അപ്പോൾ ഒരു റിസർച്ച് ആസ്പെക്ട്സിൽ, അതായത് നമ്മൾ പല റിസർച്ചുകളും പല പഠനങ്ങളും നടത്തിയിട്ട് കൊണ്ടുവന്നതാണ്. അപ്പം ഈ റിസർച്ച് എല്ലാം നടക്കുന്നത് നമ്മുടെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലാണ്. അപ്പോൾ നമ്മൾ പെട്രോളിയം റിഫൈനറീസിൻ്റെ അല്ലെങ്കിൽ പെട്രോൾ പ്രോഡക്ട്സിൻ്റെ നമ്മളൊരു റിസർച്ച് നോക്കുകയാണെങ്കിൽ അന്ന് മുൻപന്തിയിൽ നിന്നിരുന്ന US-ഉം മിഡിൽ ഈസ്റ്റും ഒക്കെ ആയിരുന്നു. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു സോളാർ അല്ലെങ്കിൽ വിൻഡ് അല്ലെങ്കിൽ ഹൈഡ്രജൻ എനർജി എന്ന് പറയുമ്പം ഇന്ത്യ ഓൾസോ പ്ലേസ് എ കീ റോൾ ആക്ച്വലി. അപ്പം ഇന്ത്യയും ഇപ്പോൾ റിസർച്ചിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ മോഡേൺ റിന്യൂവബിൾ എനർജി സോഴ്സസിൻ്റെ റിസർച്ച് അല്ലെങ്കിൽ അത് എവിടെയൊക്കെ യൂസ് ചെയ്യാം എന്നുള്ള കാര്യത്തിൽ നമ്മളും പുതിയ പുതിയ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് വി സേ ലൈക്ക് വി സ്റ്റാൻഡ് വിത്തിൻ 5 റാങ്കിങ് ആക്ച്വലി ഇൻ സോർട്ട് ഓഫ് റിന്യൂവബിൾ സോഴ്സസ് ആസ് ഓഫ് നൗ. ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ നോക്കുന്ന വെച്ചാൽ 500 gigawatts നമ്മൾ പറഞ്ഞു 2030 ഇവരെ പാനലിൽ എല്ലാവരും പറഞ്ഞ രീതിയിൽ. അതിലിപ്പം ആസ് ഓഫ് നൗ വി ഹാവ് അച്ചീവ്ഡ് 50% ആൻഡ് 51%. അതായത് 51% ഫ്രം റിന്യൂവബിൾ സോഴ്സ് ആൻഡ് 50 ഫ്രം നോൺ റിന്യൂവബിൾ സോഴ്സസ് എന്നുള്ളത്. അപ്പോൾ അത് 2030 ആകുമ്പോഴത്തേക്ക് ഫുൾ റിന്യൂവബിൾ സോഴ്സിൽ നിന്ന് നമ്മൾ നോക്കണം. അപ്പം ഇതിനൊക്കെ വേണ്ടതെന്ന് പറഞ്ഞാൽ വി നീഡ് ടു എഡ്യൂക്കേറ്റ് ദ പീപ്പിൾ.
ദാറ്റ് ഈസ് വാട്ട് വി ഡു ഫ്രം ദ സ്കൂൾസ് ഓർ കോളേജസ് ആക്ച്വലി. ഇപ്പോൾ സ്കൂളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ പഠിക്കുന്നുണ്ട് വാട്ട് ഈസ് എ ഫ്യൂവൽ സെൽ നമ്മൾ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വാട്ട് ഈസ് മെൻ ബൈ സോളാർ എനർജി. ഇപ്പം സോളാർ നമ്മൾ പണ്ട് പഠിച്ചിരുന്ന സോളാർ എനർജി എന്താണ്, ഇപ്പം നമ്മൾ പഠിക്കുന്നത് വെച്ചാൽ എങ്ങനെ സോളാർ എനർജി മാക്സിമം ഒപ്റ്റിമൈസ് ചെയ്യാം, അല്ലെങ്കിൽ അതിന് ഏതൊക്കെ അൽഗോരിതംസ് യൂസ് ചെയ്യാം. ഇപ്പം നമുക്ക് റിന്യൂവബിൾ എനർജി ടെക്നോളജീസ് എന്ന് പറയുന്ന സബ്ജക്ട്സ് ഉണ്ട്. ഇപ്പം 12th പല സ്കൂളിലും ഞാൻ കണ്ടിട്ടുണ്ട്, CBSEയിലൊക്കെ റിന്യൂവബിൾ എനർജീസ് ഉണ്ട്. അപ്പം എംഫസിസ് അതിന് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കോളേജിൽ വരുവാണെങ്കിൽ നമ്മുടെ പല കോളേജസ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ് നമുക്ക് സ്പെഷ്യലൈസ്ഡ് കോഴ്സസ് ഉണ്ട് റിന്യൂവബിൾ എനർജി ടെക്നോളജീസിൽ. ഞാൻ അമൃതയിൽ നിന്നായതുകൊണ്ട് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട് എനർജി എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കോഴ്സസ് ഉണ്ട് നമുക്ക്, പിന്നെ സ്മാർട്ട് ഗ്രിഡ് ആൻഡ് IoT എന്ന് പറയുന്ന കോഴ്സസ്. അപ്പം അങ്ങനെ പുതുമേഖലയിലുള്ള കോഴ്സസാണ് നമ്മളിപ്പോൾ ഓഫർ ചെയ്യുന്നത്. സോ നമ്മൾ വി ആർ മേക്കിംഗ് ആൻ അവെയർനെസ് ടു ദ സ്റ്റുഡൻസ് ആക്ച്വലി, അല്ലെങ്കിൽ അവെയർനെസ് ടു ദ കമ്മ്യൂണിറ്റി. നമുക്ക് ഏതൊക്കെ എനർജി നമ്മൾ യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം, അത് എവിടെയൊക്കെ യൂസ് ചെയ്യണം വിത്ത് മിനിമം കാർബൺ എമിഷൻസ് ആക്ച്വലി. അപ്പോൾ നമ്മൾ പറഞ്ഞ രീതിയിൽ 2070 ആകുമ്പോഴത്തേക്ക് നമുക്ക് വേണമെന്ന് വെച്ചാൽ കാർബൺ എമിഷൻ, സീറോ കാർബൺ എമിഷൻസ് എന്നാണ് നമ്മൾ പറയുന്നത് ആക്ച്വലി. അപ്പം വാട്ട് ആർ ദ വേസ് ഇൻ വിച്ച് വി ക്യാൻ ഡു. ഇപ്പം ഈവൻ നിങ്ങൾ നോക്കുന്നത് ബയോടെക്നോളജിയിൽ റിസർച്ച് നടക്കുന്നുണ്ട് ഇപ്പം. സോ വാട്ട് ആർ ദ വേസ് ഇൻ വിച്ച് ബയോ ഫ്യൂവൽസ് ക്യാൻ ബി ഡെവലപ്ഡ്. അപ്പോൾ നമുക്കൊരിക്കലും ഈ പറഞ്ഞ ഫോസിൽ ഫ്യൂവൽസിനെ അതിലും റിസർച്ച് നടക്കുന്നത് വെച്ചാൽ എങ്ങനെ അതിൻ്റെ കാർബൺ കണ്ടൻസ് കുറയ്ക്കാം. ഇപ്പോൾ നമ്മൾ പറയുന്നത് കാർബൺ എമിഷൻസ് കുറച്ചുകൊണ്ട് നമുക്ക് വയബിളായിട്ട് എങ്ങനെ യൂസ് ചെയ്യാം. സോ പാരലൽ റിസർച്ച് ഈസ് ഗോയിങ് ഓൺ. അപ്പം ഒരു ജനറൽ അനാലിസിസ് നോക്കുവാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ വെൻ വി ഗെറ്റ് ദ പെട്രോളിയം പ്രോഡക്ട്സ് നമ്മൾ അതിൽ തന്നെ കുറേ വർഷം നിന്നു ആക്ച്വലി, ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ഫോർ പാരലൽ. സോ ഇപ്പം നമ്മൾ വി കെയിം ടു നോ വി ഹാവ് ടു ഗോ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. സോ വി ജസ്റ്റ് ഗോ ഫോർ solar, wind, and now we are in like hydrogen research actually. So educational institutions നമ്മൾ പറയുന്നത് we do offer courses, we make awareness to the people, and we do research in that area actually. ഇനി എനിക്ക് തോന്നുന്നു അടുത്ത റൗണ്ടിലേക്ക് പോകുന്നതിന് പകരം ഒരു 3-4 ക്വസ്റ്റ്യൻസ് എടുത്തു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം പറയുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഞാനൊരു ഓൾ ഇന്ത്യ സർവീസിലുണ്ടായിരുന്നൊരു ഉദ്യോഗസ്ഥനാണ്. കൊച്ചിയിൽ ജനിച്ചു വളർന്നതാണ്. ഇപ്പോൾ തിരുവനന്തപുരത്താണ് കഴിഞ്ഞ കുറേ കാലമായിട്ട്. കൊച്ചിയിൽ ജനിച്ചു വളർന്നതെന്ന് പറയാനുള്ള പ്രധാന കാരണം ഇവിടെ പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. കൊച്ചിയിൽ ഇലക്ട്രിക് സപ്ലൈ നടത്തിക്കൊണ്ടിരുന്ന ഒരു കോഡറുണ്ട്, കോഡർ, കൊച്ചി ഇലക്ട്രിക് കമ്പനി. ആ കോഡർ കമ്പനിയിലെ ഒരു ഉദ്യോഗസ്ഥൻ കുറേ കാലങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം അങ്ങ് പോകും കേട്ടോ. അയാളിന്ന് ഇവിടെ ഇല്ല, ഇസ്രായേലിലേക്ക് പോയി. ഇവിടെ ഇത് സൂര്യനിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കി ജനങ്ങൾ ഉപയോഗിക്കുന്ന സുഭിക്ഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാലം ഉണ്ടാവുമെന്ന് പുള്ളി 80കളുടെ ആദ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇത് മനസ്സിൽ കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ സോളാറിൻ്റെ കാര്യങ്ങൾ തുടങ്ങുന്ന സമയത്ത് ഞാൻ അതിനു വേണ്ടിയിട്ട് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചാലക്കുടി ലൈനിലൊരു കമ്പനി പറഞ്ഞു ബാറ്റ് വെച്ച് ചെയ്യാം, പക്ഷേ അതിന് ലിമിറ്റുണ്ട്. ഞാൻ അതിനു വേണ്ടിയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവിടെ സോളാറിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, മാറ്റി വെച്ചു. പിന്നീട് ഗ്രിഡിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കണക്ഷൻ എടുത്തു, നന്നായിട്ട് വർക്ക് ചെയ്യുന്നു. അന്നേരത്തെ ഒരു പ്രശ്നം ഞാൻ ഫേസ് ചെയ്തത്, ഞാൻ ഉദ്ദേശിക്കുന്ന പാനൽ വയ്ക്കാനായിട്ട് അന്ന് അധികാരികൾ സമ്മതിക്കില്ല, സബ്സിഡി തരില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, സബ്സിഡി വേണ്ട, എനിക്ക് ആ പാനൽ വേണം. വെച്ചു, ഞാൻ സുന്ദരമായിട്ട് ഉപയോഗിക്കുന്നു. ഇതിനോടൊപ്പം ഞാൻ മറ്റൊന്ന് പറഞ്ഞോട്ടെ, എൻ്റെ ഓഫീസിലിരുന്നിട്ട് ഞാനൊരു ദിവസം പറയാണ്, നീ നോക്കിക്കോ സൂര്യപ്രകാശിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കി ഞാൻ അതുകൊണ്ട് എൻ്റെ വണ്ടി ഓടിച്ചു നടക്കുന്നപ്പോൾ എൻ്റെ കൂടെ ഇരുന്നൊരു ആന്ധ്രക്കാരൻ പറഞ്ഞത് ഓളം പാറയ്ക്ക് കൊണ്ടുപോകേണ്ട കേസാന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ്, ഇപ്പം ഞാൻ റിട്ടയർ ചെയ്തു, ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ വണ്ടി ഓടിച്ച് അവിടെ വന്നിട്ട് പറഞ്ഞു ഞാൻ ഓളം പാറയ്ക്കല്ല എൻ്റെ വീട്ടിലേക്കാണ് പോകണമെന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പോൾ ഇതിനെപ്പറ്റി ഒരു അവയർനെസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത സബ്സിഡി വാങ്ങിക്കാതെ വെച്ചിട്ടുള്ള പാനൽ കൊണ്ട് 100 യൂണിറ്റിലധികം സർക്കാരിന് കൊടുത്ത് സുന്ദരമായിട്ട് ഞാൻ ജീവിക്കുന്നു. എനിക്ക് ഗ്യാസിൻ്റെ ആവശ്യം വേറൊരു ടോപ്പ് അപ്പിന് വേണ്ടിയിട്ട് മാത്രം. എല്ലാ കാര്യങ്ങളും സുന്ദരമായിട്ട് നടക്കുന്നു. 100-300 രൂപ കൊണ്ട് എല്ലാ മാസവും സുഖമായിട്ട് പോകുന്നു. ഇത് പലർക്കും അറിയില്ല ഈ കാര്യങ്ങൾ. ഇത് അവെയറാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്ന ഈ ശ്രമത്തിന് എൻ്റെ എല്ലാവിധ പിന്തുണകളും ഉണ്ട്. ഓക്കെ, താങ്ക് യു. അടുത്ത ചോദ്യം. ഇലക്ട്രിക് വാഹനങ്ങളിൽ നിന്ന് മാറി ഹൈഡ്രജൻ ഫ്യൂൽ സെൽസിലോട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ എഫിഷ്യൻസി കുറച്ച് കാലം കഴിയുമ്പോൾ മാറി വരും. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഇലക്ട്രിക് വാഹനത്തിനാണ് എഫിഷ്യൻസി, അപ്പോൾ അതിൻ്റെ പിറകെയാണ് എല്ലാവരും പോകുന്നത്. കുറച്ച് കാലം കഴിയുമ്പോൾ ഒരു 10-20 വർഷത്തിനകം ഈ ഹൈഡ്രജൻ ഫ്യൂൽ സെൽസ്, പോർട്ടബിൾ ആയിട്ടുള്ള ഫ്യൂൽ സെൽസിൻ്റെ എഫിഷ്യൻസി കൂടി അതിലോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോഴേ അതിൻ്റെ റിസർച്ചുകൾ കൂടുതൽ നടത്തിക്കൂടെ ഈ സോളാറിനെക്കാളും? ഹൈഡ്രജൻ സെൽസ് നല്ല രീതിയിൽ റിസർച്ച് നടക്കുന്ന ഒരു ഏരിയയാണ് നമ്മളുടെ യൂണിവേഴ്സിറ്റികളിലും, പ്രത്യേകിച്ച് ചില ഇലക്ട്രോ കെമിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയുള്ള സ്ഥാപനങ്ങളിലും ഒക്കെ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ അതിന് കുറച്ച് സമയമെടുക്കും ഈ പറയുന്ന പോലെ കമേഴ്ഷ്യലൈസ് ചെയ്ത് വരാനായിട്ട്. അതുവരെ നമുക്ക് ഇലക്ട്രിക് വാഹനം ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അടുത്ത നമ്മുടെ LED ലൈറ്റ്സ് മാറി, CFL ലൈറ്റ് മാറി LED ലൈറ്റ് വന്നില്ലേ? അതുപോലെ CFL പോലെയാണ് ഇപ്പം ഇലക്ട്രിക് കാർസ്.
സൂൺ നമുക്ക് ഈ ഫ്യൂവൽ സെല്ലിൻ്റെ വണ്ടികൾ കാണാം. ജപ്പാനിലൊക്കെ അതിലാണ് കൂടുതൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതായത് ഇലക്ട്രിക് വണ്ടിയാണെങ്കിലും ആ കറണ്ട് എവിടെയെങ്കിലും ജനറേറ്റ് ചെയ്തേ പറ്റൂ. മെയിൻലി തെർമൽ സ്റ്റേഷൻസ് നിന്നായിരിക്കും അല്ലേ. മറ്റേതാണെങ്കിൽ വെറും വെള്ളം മാത്രം മതി. ഒരു കുപ്പി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് എറണാകുളം വരെ പോയിട്ട് വരാം. വേറെ എന്തെങ്കിലും ചോദ്യമുണ്ടോ? ആർക്കും ചോദ്യമില്ലെങ്കിൽ ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാം. ന്യൂക്ലിയർ പവർ റിന്യൂവബിൾ ആണോ? മാതൃഭൂമിക്ക് നാളെ എഴുതാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. റിന്യൂവബിളാണ്, വളരെ സേഫുമാണ്, എല്ലാത്തിനേക്കാളും സേഫാണത്. പക്ഷേ നമ്മളതിൻ്റെ പ്രോട്ടോകോൾസ് എല്ലാം വളരെ കൃത്യമായിട്ട് നോക്കണം. ഇപ്പോൾ ഒരു പുതിയ പ്രോഗ്രാം വരുന്നുണ്ട്. അതായത് ഈ യൂണിറ്റ് വൈസ്ഡ് സ്മോൾ മൊഡ്യൂൾസ് 200 മെഗാവാട്ടിൻ്റെ ഒരു യൂണിറ്റ്, അതുപോലെ 150-ൻ്റെ 5 മെഗാവാട്ടിൻ്റെ, ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് ഈ ചെറിയ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു പ്രോഗ്രാം തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഉണ്ട്. അതിന് കഴിഞ്ഞ ബഡ്ജറ്റിലൊരു 20,000 കോടി രൂപയാണ് ബാർക്കിന് കൊടുത്തിരിക്കുന്നത്. അതായത് ഇതുപോലത്തെ ജനറേറ്റർ ഡെവലപ്പ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി 32ലേക്കും ഒരു 10,000 മെഗാവാട്ട് ഈ ന്യൂക്ലിയറിൽ നിന്ന് കൊണ്ടുവരാനുള്ള ഒരു പദ്ധതിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ന്യൂക്ലിയർ ആയിരിക്കും ഫൈനലി വരുന്ന ഏറ്റവും നല്ല ഇതെത്തും. പക്ഷേ 10-25 കൊല്ലമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു സ്റ്റാൻഡ് കാരണം ഇപ്പോഴും ആ പേടി മാറാത്തത് കൊണ്ട് ഇന്ന് ന്യൂക്ലിയർ പവർ പ്ലാന്റ് വരണ്ട, പക്ഷേ ചർച്ച ചെയ്യാനും പേടിയായിരിക്കുന്നു എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് ന്യൂക്ലിയർ എനർജിയെക്കുറിച്ച് തീർച്ചയായിട്ടും ആലോചിക്കേണ്ടതാണ്. സ്മോൾ മോഡുലർ റിയാക്ടറിന് പ്രൈവറ്റ് സെക്ടറിൽ വരെ ഗവൺമെൻറ് കൊടുക്കുകയാണ്. നമ്മൾ വളരെ ഇതായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാധനം തൊടാൻ പാടില്ല എന്ന് അയിത്തം കൽപ്പിച്ചു വെച്ചിരിക്കുന്ന സാധനം ഇന്ന് പ്രൈവറ്റ് സെക്ടറിൽ വരെ ഹൈഡ്രോയും സോളാറും വിൻഡും ചെയ്യുന്നത് പോലെ നാളെ ടാറ്റയുടെയും അദാനിയുടെയും ന്യൂക്ലിയർ പവർ പ്ലാന്റ് കേരളത്തിൻ്റെ ബൗണ്ടറിക്ക് അപ്പുറം നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നിന്ന് പവർ കൊണ്ടുവരാനായിട്ട് നമുക്കിപ്പോഴും വില്ലിംഗ് ആണ്. പക്ഷേ ബൗണ്ടറിക്ക് ഇപ്പുറം ഈ സാധനം വയ്ക്കാനായിട്ടുള്ള പേടിയോ രാഷ്ട്രീയ ഇച്ഛാശക്തിയോ സാമൂഹിക മാറ്റത്തിനുള്ള ഒരു സാധനമോ ഇപ്പം നമുക്ക് എത്തിയിട്ടില്ല. ഈ അനിൽ സാറ് പറഞ്ഞ പോലെ പമ്പ്ഡ് സ്റ്റോറേജിനെ കുറിച്ച് അദ്ദേഹം EMCയിൽ നിന്ന് സംസാരിക്കാൻ തുടങ്ങിയത് 2018-ലാണ്. അന്ന് 2018 നമ്മൾ വിവേകപൂർവ്വമായിട്ട് പമ്പ്ഡ് സ്റ്റോറേജ് തീരുമാനിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇന്നൊരു പമ്പ്ഡ് സ്റ്റോറേജ് പദ്ധതി നിലവിൽ വന്നേനെ. ഒരു 7 കൊല്ലം 8 കൊല്ലം എടുക്കും. ഇപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നു അടുത്ത ഇനി വരാൻ പോകുന്ന ഇത് 7ാമത്തെയാണ്. ഇനി 17ാമത്തെ മാതൃഭൂമി ഫെസ്റ്റിൽ ഒരുപക്ഷെ ഒരു പമ്പ്ഡ് സ്റ്റോറേജ് പദ്ധതിയെക്കുറിച്ച് ആരെങ്കിലും പറയാനായിട്ട് ഇവിടെ കാണും. അപ്പോൾ ഞാനിവിടെ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രീ പ്രമോദ് പറഞ്ഞതുപോലെ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു വേദിയിൽ ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് ഊർജ്ജത്തിൻ്റെ മെഗാവാട്ടും മില്യൺ കിലോ കാലറിയും മാത്രം പറഞ്ഞു പോയിട്ട് കാര്യമില്ല. നമ്മൾ ഈ ഊർജ്ജ മേഖല കൊടുക്കുന്ന സേവനം മറ്റ് നമ്മൾ മൊത്തത്തിൽ സമസ്ത മേഖലകളിലും കൊടുക്കുമ്പോഴുള്ള വികസനവുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമ്മളെ ഈ വികസനം തുടങ്ങിയെന്ന് ഞാൻ പറയുന്നില്ല, വികസന കുതിപ്പിൻ്റെ ആരംഭഘട്ടത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ശരിക്കും നമ്മളെ ഒരു 2047 എന്നൊക്കെ പറയുന്ന ആ സമയത്ത് നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ഇതൊരു ആരംഭഘട്ടമാണ്. ഈ ആരംഭഘട്ടത്തിൽ മുതൽ നമ്മൾ ഈ ഇതിലേക്ക് പോകുമ്പോൾ നമ്മൾക്ക് ഗ്രീൻ എനർജിയിൽ നിന്നുകൊണ്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും. മറ്റു പല കൺട്രീസിലും ഇവിടെ ചൈനയെക്കുറിച്ച് സൂചിപ്പിച്ചു. ചൈനയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ചൈനയേക്കാൾ ഏതാണ്ട് 10-12 കൊല്ലം പിന്നിലാണ് എക്കണോമി സ്കെയിൽ വെച്ച് നോക്കുമ്പോൾ. 2025 ഇന്നത്തെ നമ്മുടെ GDP എന്ന് പറയുന്നത് ചൈന 2012 അച്ചീവ് ചെയ്തു. അപ്പോൾ ചൈനയെ കമ്പയർ ചെയ്യണമെങ്കിൽ ഇന്നത്തെ ചൈനയുമായിട്ട് കമ്പയർ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. 2012 ചൈനയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അന്ന് 2012 കോൾ ജനറേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ ആളോഹരി ഊർജ്ജ ഉപയോഗം എന്ന് പറയുന്നത് 1500 മെഗാവാട്ട് യൂണിറ്റാണ്, കിലോ വാട്ട് അവർ യൂണിറ്റാണ് ഒരാളിൻ്റെ ഇന്ത്യയിൽ. ഈ 1500 യൂണിറ്റ് എന്ന് പറയുന്ന ആളോഹരി ഊർജ്ജ ഉപയോഗം, പ്രതിശീർഷ ഊർജ്ജ ഉപയോഗം ചൈന അച്ചീവ് ചെയ്ത് 2004-ലാണ്. ഈ 2004 ചൈന അച്ചീവ് ചെയ്തപ്പോൾ അന്ന് സോളാറും കോളിൻ്റെയും വില നോക്കുമ്പോൾ കോളിൻ്റെ വില എന്ന് പറയുന്നത് 1/10 1/15 ഓഫ് സോളാറാണ്. സോളാറിൻ്റെ വിലയുടെ 10% ഉള്ളൂ കോളിൻ്റെ വില. എന്ന് പറഞ്ഞാൽ അവരുടെ ഈ എക്കണോമി മുഴുക്കൻ കെട്ടി ഉയർത്തിയിരിക്കുന്നത് കോൾ പവർ പ്ലാന്റിൻ്റെ ഇതിലാണ്. അത് അത്രത്തോളം എമിഷൻ നടക്കുകയാണ്.
ചൈനയിലെ ഇതിപ്പോൾ നമ്മളുടെ ഇന്നത്തെ നമ്മളിപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഫോസിൽ ഫ്യൂവൽ ഇന്ധനത്തിൽ നമ്മൾ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കാരണം 28% റിന്യൂവബിൾ എനർജി ആവുന്നുള്ളൂ, ബാക്കി 72% കോളിൽ നിന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ 1 മെഗാവാട്ട് അവറാണ് നമ്മൾ കോളിൽ നിന്ന് എടുക്കുന്ന ആളോഹരി പ്രതിശീർഷ ഇലക്ട്രിസിറ്റി കൺസംഷന്. ചൈന അന്ന് 2012 നമ്മൾ നോക്കുകയാണെങ്കിൽ അന്ന് അത് 2.5 മെഗാവാട്ട് അവറായിരുന്നു. ഇന്നിപ്പോൾ അത് 4 മെഗാവാട്ട് അവർ എത്തിയിട്ടുണ്ട്. നമ്മളെക്കാളും 4 ഇരട്ടി എന്ന് പറഞ്ഞാൽ 4 ഇരട്ടി പൊല്യൂഷനാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഒരു ഡീടൂർ ചെയ്യണം അവർക്ക്. ഇത്രയും വികസനം നടക്കുമ്പോഴും അവർ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കോൾ തെർമൽ സ്റ്റേഷൻസിനെ അടച്ചുപൂട്ടണം, പുതുതായിട്ടുള്ള കപ്പാസിറ്റി കൂട്ടണം. നമുക്കതിൻ്റെ ആവശ്യമില്ല. നമ്മൾക്കിപ്പോൾ ഈ 2025 ഈ പോകുമ്പോഴത്തേക്ക് നമ്മൾ നിൽക്കുന്ന നമ്മളെ ബേസ് എന്ന് പറയുന്നത് ഈ 51% ഗ്രീൻ എനർജിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിൽ 28% ഗ്രീൻ. അതാണ് ഏറ്റവും വലിയ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു നേട്ടം. ഇപ്പോൾ ഇലക്ട്രിക് വെഹിക്കിളിനെ കുറിച്ച് പറഞ്ഞു. ഇലക്ട്രിക് വെഹിക്കിൾ 2012 ഇലക്ട്രിക് വെഹിക്കിൾ ചൈനയുടെ റോഡിലില്ല. അപ്പോൾ പക്ഷേ നമ്മൾ അതേ GDP ഇന്ത്യ എത്തി നിൽക്കുമ്പോൾ ഇന്ന് ഇലക്ട്രിക് വെഹിക്കിൾ നമ്മുടെ റോഡിലുണ്ട്. വേൾഡിൽ ലീഡേഴ്സാണ് 3 വീലറിലും 2 വീലറിലും ഇന്ത്യ വേൾഡിൽ. ഈ ചൈനയെക്കുറിച്ച് പറയാൻ കാര്യം, ഏറ്റവും കൂടുതൽ ഊർജ്ജം കൺസ്യൂം ചെയ്യുന്ന രാഷ്ട്രങ്ങളിൽ ആദ്യം ചൈന, രണ്ടാമത് ഇന്ത്യ. അതുകൊണ്ടാണ് ഈ രണ്ടും കൂടി കമ്പയർ ചെയ്ത് പറയാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാണ് വലിയൊരു ഇതട്ട്. ഇപ്പോൾ കാരണം 2012 ചൈനയുടെ റോഡിൽ പോകുന്ന വാഹനങ്ങളുടെ ഓയിൽ ഡിമാൻഡ് എന്ന് പറയുന്നത് ഏതാണ്ട് 180 ലിറ്റർ വരും. 180ഓളം ലിറ്റർ വരും ഒരാളിന്, പെർ ആനം പ്രതിശീർഷം നോക്കുകയാണെങ്കിൽ. നമുക്കിപ്പോഴും 2025 നമുക്ക് 96 ആയിട്ടുള്ളൂ. ഈ 96 ഒരിക്കലും 150 പോകില്ല, അത് കുറേ ഉള്ളൂ. കാരണം ഇലക്ട്രിക് വെഹിക്കിൾ വന്നതുകൊണ്ട്. അപ്പോൾ നമ്മളുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മളെ ഈ മറ്റേ സിനിമയിൽ പറയുന്നത് പോലെ ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായിട്ട് വരുമെന്ന് പറയുന്നത്, നമ്മൾ ലേറ്റായിട്ടാണ് ഈ വികസനം. കാരണം ചൈനയെ വെച്ച് നോക്കുമ്പോൾ 12 കൊല്ലം കഴിഞ്ഞിട്ടാണ് നമുക്ക് അവരെ അന്നത്തെ ഇതിലേക്ക് നമ്മൾ GDP എത്തിയത്. പക്ഷേ ആ ഗ്രോത്തിൽ ഗ്രീൻ എനർജി അല്ലെങ്കിൽ അക്ഷയ ഊർജ്ജം നമുക്ക് അടിസ്ഥാനപരമായിട്ട് നിൽക്കുന്നതുകൊണ്ട് നമ്മളും കൂടി ആ രീതിയിലായിരുന്നുവെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം. പൊല്യൂഷൻ ഈ പറയുന്ന പോലെ മഴയും ഗ്ലോബൽ വാർമിങ്ങിൻ്റെയൊക്കെ തോത് എത്രത്തോളം ആകുമെന്ന് ആലോചിച്ച് നോക്കണം. ഇത്രയും വലിയൊരു കൺട്രി, ലാർജസ്റ്റ് ഈ പോപ്പുലേഷനുള്ള ഒരു കൺട്രി ചൈനയെപ്പോലെ കോളിലാണ് ഇത് നിന്നിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തുമാത്രം പൊല്യൂട്ട് ചെയ്യപ്പെടുന്നു എന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ അത് വലിയൊരു നമ്മളെ ഒരു നേട്ടം ആയിട്ട് കണക്കാക്കിക്കൊണ്ട് നമുക്ക് ഈ അവസരം തന്നതിന് ഇവിടെ എല്ലാവരുടെ പേരിലും നന്ദി. ഒരു കാര്യം ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ട് നിർത്താം. നമ്മുടെ 5ാമത്തെ ഫ്യൂവൽ ഏതാണ്? ആദ്യം നമുക്ക് മരം, അത് കഴിഞ്ഞ് പെട്രോളിയം ഫ്യൂവൽസ്, ന്യൂക്ലിയർ, റിന്യൂവബിൾ എനർജി, അത് കഴിഞ്ഞൊരു 5ാമത്തെ ഫ്യൂവലുണ്ട്. ഇതിനെപ്പറ്റി നമ്മുടെ ലേറ്റ് പ്രസിഡൻറ്റ് അബ്ദുൽ കലാം സാർ വളരെ ഗംഭീരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 5ാമത്തെ ഫ്യൂവൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പ്രൈസുള്ളതാണ്, ഒരു പ്രൈസ് തരും. ഉണ്ടല്ലോ അല്ലേ പ്രൈസ്? അല്ല, ഒരു ക്ലൂ തരാം. ഉപയോഗിക്കാത്ത എനർജിയാണ് ആദ്യം വരേണ്ടല്ലോ. ഉപയോഗിക്കാത്ത എനർജി ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അത് ക്വിസ് മാസ്റ്ററിന് പ്രൈസ് തരണേ. എനർജി എഫിഷ്യൻസി. നമ്മൾ 1 യൂണിറ്റ് കൊണ്ട് ഓടുന്ന ഒരു ബൾബ് 1/2 യൂണിറ്റ് കൊണ്ട് ഓടിക്കുകയാണെങ്കിൽ 1/2 യൂണിറ്റ് നമ്മൾ സേവ് ചെയ്തു. 1/2 യൂണിറ്റ് സേവ് ചെയ്യുകയെന്ന് വെച്ചാൽ അത്രയും ജനറേറ്റ് ചെയ്യാൻ ആവശ്യമില്ല അല്ലേ? ഒരു പുതിയ ജനറേറ്റർ ഉണ്ടാക്കി അത് 1/2 യൂണിറ്റ് ഉണ്ടാക്കുന്നതിനുള്ള കോസ്റ്റിനെക്കാട്ടിലും വളരെ ചെറിയൊരു എമൗണ്ട് കൊണ്ട് നമുക്കത് സഹായിക്കാവുന്നേ ഉള്ളൂ. എനർജി എഫിഷ്യൻസി. എനർജി മാനേജ്മെൻറ്റ് സെൻറ്ററിൻ്റെ ഡയറക്ടറാണ് ഇരിക്കുന്നത്. അതെ, എനർജി എഫിഷ്യൻസി പ്രോത്സാഹിപ്പിക്കുന്ന, ജനകീയ പങ്കാളിത്തത്തോടുകൂടി എനർജി എഫിഷ്യൻസി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്ഥാപനം. നമുക്ക് എല്ലാവരും നിങ്ങൾ ഫ്രിഡ്ജ് വാങ്ങുമ്പോഴത്തേക്ക്, AC വാങ്ങുമ്പോഴത്തേക്ക് സ്റ്റാർ റേറ്റഡ് വാങ്ങണമെന്നൊക്കെ പറയുന്നത് ഇദ്ദേഹം പറഞ്ഞതിലാണ്. നമ്മൾ ഉപയോഗിക്കുന്നില്ല ആ എനർജി. കാരണം എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് കൊണ്ട് നമ്മൾ വാങ്ങുകയാണ്. പക്ഷേ അതിനകത്ത് വേറൊരു ചെറിയൊരു കുഴപ്പം വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അതൊന്നും ഞങ്ങളിവിടെ ഇപ്പം പറഞ്ഞതാണ്. നമ്മൾ LED മാറിയപ്പോൾ CFL നിന്ന് LED 60 വാട്ട് ഉണ്ട ബൾബ്, എഡിസൺ ഇൻവെൻറ്റഡ് ബൾബിലേക്ക് CFL വന്നു 15 വാട്ട്. 15 വാട്ടിൽ നിന്ന് 7 വാട്ടിലേക്ക് വന്നു. 7 വാട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് ഉപയോഗത്തിൻ്റെ തോത് വളരെയധികം കൂടി. അപ്പോൾ അതിനെ റീബൗണ്ട് ഇഫക്റ്റ് എന്ന് പറയും. എനർജി കോസ്റ്റ് കുറയുന്നു, പെർ എക്യുപ്മെൻറ്റിൻ്റെ വില കുറയുന്നു, നമ്മൾ അഫോർഡബിലിറ്റി കൂടുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ ഉപയോഗത്തിൻ്റെ വില കുറയുന്നത് കൊണ്ട് മാരുതി 800 റോഡിൽ വന്നതോടുകൂടി അംബാസിഡർ തള്ളിയാലും ഒക്കെ കൂടെ ചേർന്നിട്ട് 10 കിലോമീറ്റർ കിട്ടും 1 ലിറ്റർ പെട്രോളിന്. ഇപ്പോൾ 22 കിലോമീറ്റർ കിട്ടുന്ന വണ്ടി വന്നു. പക്ഷേ നമ്മുടെ നെറ്റ് ഫ്യൂവൽ കൺസംഷൻ ഹാസ് ഇൻക്രീസ്ഡ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള നമ്മൾ ഒരു മൈസർലി ആയിട്ട് പിശുക്കത്തരവും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭൂമിയെ അടുത്ത തലമുറയ്ക്ക്
കൊടുക്കുമ്പോഴത്തേക്ക് പച്ചപ്പുള്ള ഭൂമിയായിട്ട്, ശുദ്ധജലമുള്ള ഭൂമിയായിട്ട്, ശുദ്ധവായുവുള്ള ഭൂമിയായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുന്നു. നന്ദി.